Hello everyone, welcome to Entry App. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് 100 MCQന്റെ ആറാമത്തെ പാർട്ടാണ്. നമ്മുടെ IBPS RRBയുടെ എക്സാമിനും വരുന്ന SBI PO, IBPS PO, IBPS ക്ലർക്ക് എക്സാമിനും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള 100 MCQ ആണ് നമ്മൾ ഓരോ പാർട്ടിലും ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ആറാമത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The first 2 units of the world's second biggest hydroelectric dam, the Byhatten Dam, was operationalized on June 28, 2021. The dam has been constructed in which country? അപ്പോൾ എന്താണ് ഒരു സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് ഡാമിന്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് 2 യൂണിറ്റ്സ് അത് ബൈഹാറ്റൻ ഡാം എന്നാണ് ഈ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് ഡാമിന്റെ പേര്. അപ്പൊ ഈ ഒരു ബൈഹാറ്റൻ ഡാം ഓപ്പറേഷണലൈസ് ആയത് ജൂൺ ലാസ്റ്റോട് കൂടിയിട്ടാണ്. ഇത് കൺസ്ട്രക്ട് ചെയ്തത് എവിടെയാണ്, ഏത് കൺട്രിയിലാണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ചൈന. ചൈനയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ഇനി അതിന്റെ എക്സ്പ്ലനേഷനിലോട്ടൊന്ന് പോയാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് മാത്രം നോക്കാം. The government of China officially turned on the first 2 generating units of the Byhatten Dam, the world's second biggest hydroelectric dam, to start regenerating energy. The Byhatten Dam is set up on the Jinsha River. അപ്പോൾ ഏത് റിവറിനോട് കുറുകെയാണ് അല്ലെങ്കിൽ ഏത് റിവറിലാണ് എന്ന് ചോദിച്ചാൽ ജിൻഷ റിവർ ആണ്. സൗത്ത് വെസ്റ്റേൺ ചൈനയിലുള്ള ജിൻഷ റിവറിലാണ് ഈ ഒരു ബൈഹാറ്റൻ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് സിറ്റി ഹാസ് ടോപ്ഡ് ദ 2021 മെർസേഴ്സ് കോസ്റ്റ് ഓഫ് ലിവിംഗ് സർവേ? അപ്പൊ മെർസറിന്റെ കോസ്റ്റ് ഓഫ് ലിവിംഗ് സർവേയിൽ ടോപ്പ് വന്ന സിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആഷ്കബാദ് ആണ്. ആഷ്കബാദ് ആണ് മെർസേഴ്സ് കോസ്റ്റ് ഓഫ് ലിവിംഗ് സർവേയിൽ ടോപ്പിൽ വന്നിരിക്കുന്ന സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലോട്ട് പോയാൽ, as per the 2021 cost of living survey by consultancy firm Mercer, Turkmenistan's capital Ashgabat has been named as the world's most expensive city for foreign workers. അപ്പോൾ എന്താണ് എക്സ്പെൻസീവ് സിറ്റി ഫോർ ഫോറിൻ വർക്കേഴ്സ്? അഷ്ഗബാദ് ടർക്ക്മെനിസ്ഥാന്റെ ക്യാപിറ്റൽ ആണ്. അപ്പൊ ടർക്ക്മെനിസ്ഥാന്റെ ക്യാപിറ്റൽ ആണ് അഷ്ഗബാദ് എന്നുള്ളത് ഓർക്കുക. മെർസർ എന്ന് പറയുന്ന കൺസൾട്ടൻസിയുടെ കോസ്റ്റ് ഓഫ് ലിവിംഗ് സർവേയിൽ ടോപ്പിൽ വന്നിരിക്കുന്ന സിറ്റിയാണ് ഏത്? അഷ്ഗബാദ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ഹോങ്കോങ് അറ്റ് സെക്കൻഡ് പൊസിഷൻ, ബെയ്ററ്റ് ആൻഡ് ടോക്കിയോ അറ്റ് തേർഡ് ആൻഡ് ഫോർത്ത് പ്ലേസ്. അപ്പൊ ഹോങ്കോങ്, ബെയ്ററ്റ്, ടോക്കിയോ എന്നിങ്ങനെയാണ് 2, 3, 4 സ്ഥാനങ്ങളിലുള്ള സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്റ്റെഫാൻ ലോഫ്വെൻ ഹാസ് റീസെന്റ് റിസൈൻഡ് ആസ് ദ PM ഓഫ് വിച്ച് കൺട്രി? ഏത് രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് റിസൈൻ ചെയ്ത ആളാണ് ആര്? സ്റ്റെഫാൻ ലോഫ്വെൻ എന്ന് പറയുന്നത്. അപ്പൊ ലോഫ്വെൻ എന്നുള്ള പേരിനെ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം സ്വീഡൻ. അപ്പൊ ലോഫ്വെൻ സ്വീഡൻ എന്നുള്ള രീതിയിൽ പഠിക്കുക. അപ്പൊ സ്റ്റെഫാൻ ലോഫ്വെൻ ഏത് രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് റിസൈൻ ചെയ്ത ആളാണ്? സ്വീഡന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് റിസൈൻ ചെയ്ത ആളാണ്. അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് സ്വീഡൻ സ്റ്റെഫാൻ ലോഫ്വെൻ has announced his resignation after he lost a confidence vote in parliament. സ്വീഡന്റെ ക്യാപിറ്റൽ അവിടെ പറഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക്ഹോം ആണ്. കറൻസി എന്ന് പറയുന്നത് സ്വീഡിഷ് ക്രോണയാണ്. അപ്പൊ ആരാണ് സ്വീഡന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് റിസൈൻ ചെയ്തത്? സ്റ്റെഫാൻ ലോഫ്വെൻ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PM Modi has recently launched Japanese style Zen garden in which city of India? അപ്പൊ എന്താണ് ഒരു ജാപ്പനീസ് സ്റ്റൈൽ സെൻ ഗാർഡൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ആര്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിജി. അപ്പൊ അതെവിടെയാണ് എന്നാണ് ചോദ്യം. അഹമ്മദാബാദിലാണ്. എന്താണ് ജാപ്പനീസ് സ്റ്റൈൽ സെൻ ഗാർഡൻ എവിടെയാണ് ലോഞ്ച് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിജി? അഹമ്മദാബാദിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്ര മോദി വിർച്വലി ഇനാഗുറേറ്റഡ് എ സെൻ ഗാർഡൻ ആൻഡ് കൈസൻ അക്കാഡമി at Ahmedabad Management Association premise in Ahmedabad on June 27. അപ്പൊ അതാണ് നമ്മുടെ ന്യൂസ്. The 2 new initiatives are part of PM vision of creating a mini Japan in Gujarat. അപ്പൊ ഗുജറാത്തിൽ ഒരു മിനി ജപ്പാൻ പ്രോജക്ട് അല്ലെങ്കിൽ ആ വിഷൻ, ആ ഒരു വിഷന്റെ ബേസിസിലാണ് ഈ ഒരു സെൻ ഗാർഡനും കൈസൻ അക്കാഡമിയും അഹമ്മദാബാദിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്, ഓർത്തു വെക്കുക.
Narendra Modi inaugurated Zen Garden and Kaizen Academy at Ahmedabad. Okay. So, at the question, which state has launched a SALT program to transform foundational learning in the state in the next 5 years? അപ്പൊ എന്താണ്, ഏത് സ്റ്റേറ്റ് ആണ് ഒരു സാൾട്ട് പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്? ആലോചിക്കുക, സാൾട്ട് പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ്? എന്തിനാണ്? ടു ട്രാൻസ്ഫോം ഫൗണ്ടേഷണൽ ലേണിംഗ് ഇൻ ദ സ്റ്റേറ്റ്. ഫൗണ്ടേഷണൽ ലേണിംഗിന്റെ ട്രാൻസ്ഫോർമേഷന് വേണ്ടി അടുത്ത 5 വർഷത്തേക്ക് ഏത് സ്റ്റേറ്റ് ആണ് സോൾട്ട് എന്ന് പറയുന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്? അപ്പൊ ആലോചിക്കുക, ആന്ധ്രാപ്രദേശ് ആണ് സോൾട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ സോൾട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആന്ധ്രാപ്രദേശ്, അത് നിങ്ങൾക്ക് സോൾട്ട് ഉപ്പ് എന്ന് പറഞ്ഞു പഠിക്കാം. അങ്ങനെ പഠിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് ക്ലോസ് വെച്ചിട്ട്, സ്റ്റേറ്റ് ന്യൂസ് എപ്പോഴും ക്ലോസ് വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ സോൾട്ട് റിലേറ്റഡ് ടു ആന്ധ്രാപ്രദേശ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് പഠിച്ചാൽ സോൾട്ട് പ്രോഗ്രാം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The joint military exercise Mustafa Kemal Ataturk Mustafa Kemal Ataturk 2021 was held between which countries? But Mustafa Kemal Ataturk 2021 പേര് ഓർത്തുക, മുസ്തഫ കെമാൽ അത്താതുർക്ക്. അത് ആരൊക്കെ തമ്മിലാണ്? ടർക്കി ആൻഡ് അസർബൈജാൻ. അപ്പൊ ഇതിനകത്തില് അത്താതുർക്ക് എന്നുള്ളതിൽ നമുക്ക് ഒരു രാജ്യം കിട്ടും, ടർക്കി കിട്ടാനുള്ള എളുപ്പവഴി അതിനകത്തുണ്ട്. പിന്നുള്ളത് അസർബൈജാൻ ആണ്. അപ്പൊ അസർബൈജാന്റെ പേര് ഓർത്തു വെക്കാൻ ഈ ടർക്കിയുടെ തൊട്ടിപ്പുറത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന അത്ത എന്നാണ്. അപ്പൊ അതിന് പകരം അസ എന്ന് പഠിക്കുക, അസാത്തർക്ക് എന്ന്, അത് അത്താത്തർക്ക് എന്നാണ് വായിക്കുക. അപ്പൊ ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്താൽ, ഞാൻ ക്ലൂ ആണ് പറഞ്ഞത്, കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് അസർബൈജാനും ടർക്കിയുമാണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ മുസ്തഫ കെമാൽ അത്താതുർക്ക് ആരൊക്കെ തമ്മിലുള്ളതാണ്? ടർക്കിയും അസർബൈജാനും തമ്മിലുള്ള എക്സസൈസ് ആണ് എന്ത്? മുസ്തഫ കെമാൽ അത്താതുർക്ക് എന്ന് പറയുന്നത്. ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി ഹെഡ് ഓഫ് വാട്സ്ആപ്പ് പേയ്മെന്റ്സ് ഇന്ത്യ ബിസിനസ്? അപ്പൊ വാട്സ്ആപ്പ് പേയ്മെന്റ്സ് ഇന്ത്യ ബിസിനസിന്റെ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ മനീഷ് മഹാത്മെ. അപ്പൊ മനീഷ് മഹാത്മയാണ് എന്ത്? വാട്സ്ആപ്പ് പേയ്മെന്റ്സ് ഇന്ത്യയുടെ, വാട്സാപ്പിന്റെ അല്ല, വാട്സ്ആപ്പ് പേയ്മെന്റ്സ് ഇന്ത്യയുടെ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളാണ് ആര്? മനീഷ് മഹാത്മെ എന്ന് പറയുന്ന ആള്. അപ്പൊ നോക്കാം. ഫേസ്ബുക്ക് ഓൺഡ് വാട്സ്ആപ്പ് ഹാസ് ഹയർഡ് former Amazon Pay executive Manish Mahatme as the director of WhatsApp Payments India. Prior to this, Mahatme had worked for Amazon Pay for 7 years. അപ്പൊ നേരത്തെ എവിടെയാണ് വർക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ ആമസോൺ പേയിലായിരുന്നു. ഇപ്പോൾ എവിടെയാണ്? വാട്സാപ്പ് പേയിലാണ്. അവിടെ എക്സിക്യൂട്ടീവ് ആയിരുന്നെങ്കിൽ ഇവിടെ ആരാണ്? ഡയറക്ടർ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which two countries will host the ICC Men's T20 World Cup 2021 amid second wave of COVID-19 outbreak in India? അപ്പൊ ഏത് രണ്ട് കൺട്രീസ് ആണ് എന്ത് ഹോസ്റ്റ് ചെയ്യുന്നത്? ICC Men's T20 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? UAE ആൻഡ് ഒമാൻ. UAEയും ഒമാനോട് ചേർന്നിട്ടാണ് ഇത്തവണത്തെ ICC Men's T20 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു COVID-19 ഔട്ട്ബ്രേക്ക് കൊണ്ടാണ് എന്നുള്ളതും അവരവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ജൂലൈ 2021 which flagship program of Government of India has completed 6 years of its implementation? അപ്പൊ ജൂലൈയിൽ ഏത് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം, ഗവൺമെന്റിന്റെ ഏത് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് 6 വർഷം ഇംപ്ലിമെന്റേഷന്റെ കംപ്ലീറ്റ് ചെയ്തത്? ഇറ്റ്സ് ഡിജിറ്റൽ ഇന്ത്യ ആണ് ആ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം വിച്ച് കംപ്ലീറ്റഡ് 6 years ഓഫ് ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ബിക്കംസ് ദ യങ്ങസ്റ്റ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ബ്രേക്കിംഗ് ദ റെക്കോർഡ് ഓഫ് 12 years and 7 months സെറ്റ് ബൈ സെർജി കർജക്കൻ ഇൻ 2002? അപ്പൊ ആരാണ് ഒരു യങ്ങസ്റ്റ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് വന്നത്? ബ്രേക്കിംഗ് ദ റെക്കോർഡ് ഓഫ് 12 years and 7 months. ആ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തത് ആരുടെ? സെർജി കർജാക്കിന്റെ. 2002 റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് ഹു ബിക്കംസ് ദ യങ്ങസ്റ്റ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ? യങ്ങസ്റ്റ് ചെസ് ഗ്രാൻഡ് മാസ്റ്ററിന്റെ പേരാണ് അഭിമന്യു മിശ്ര. ആരാണ്?
Abhimanyu Mishra the youngest chess grandmaster, breaking the record of 12 years and 7 months. അപ്പോൾ അതിന്റെ ഡീറ്റെയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 2-3 കാര്യങ്ങൾ കിട്ടും. He break the record of 12 years and 7 months by Sergey Karjakin. അതാണ് first point. Abhimanyu reached the milestone 12 years, 4 months and 25 days. അപ്പോൾ അതാണ് 12 years and 7 months in a record break ചെയ്ത 12 years, 4 months and 25 days എന്നുള്ളതാണ്. Abhimanyu is from New Jersey, USA. അപ്പോൾ അഭിമന്യു എവിടെ നിന്നാണ്? ന്യൂ ജേഴ്സി USA-യിൽ നിന്നാണ്. അപ്പൊ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുനിന്ന് നോട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പം അഭിമന്യു മിശ്രയാണ് എന്ത്? അഭിമന്യു മിശ്ര is the youngest chess grandmaster, breaking the record of 12 years and 7 months. Okay, set by Sergey Karjakin. So let's go to next question. Asia's longest high-speed track, HST, NATRAX, has been inaugurated in which state of India? Appa NATRAX, ഓർത്തിരിക്കുക, NATRAX. എന്താണ് NATRAX? ഏഷ്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് ഹൈ സ്പീഡ് ട്രാക്ക് ആണ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈ സ്പീഡ് ട്രാക്ക് ആണ് നാട്രാക്സ് എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് ഇനാഗുറേറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. നാട്രാക്സ് ഇസ് ഇനാഗുറേറ്റഡ് ഇൻ മധ്യപ്രദേശ്. മധ്യപ്രദേശ്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏഷ്യാസ് ലോങ്സ്റ്റ് ഹൈ സ്പീഡ് ട്രാക്ക് നാട്രാക്സ് was inaugurated in Indore in Madhya Pradesh by Prakash Javadekar. NATRAX, one of the state-of-the-art automotive testing and certification center under NATRIP. അപ്പോൾ എന്താണ് NATRAX? എന്താണ്? One of the state-of-the-art automotive testing and certification center under NATRIP. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്. So let's go to next question. What is the rank of India in Global Cyber Security Index 2020? അപ്പോൾ 2020 ഗ്ലോബൽ സൈബർ സെക്യൂരിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്താണ് എന്നാണ് ചോദ്യം. 10ാം റാങ്ക് ആണ്. അപ്പൊ ഗ്ലോബൽ സൈബർ സെക്യൂരിറ്റി ഇൻഡെക്സ് ആണ്. ഓക്കെ, ഗ്ലോബൽ സൈബർ സെക്യൂരിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 10th ആണ്. അപ്പൊ 10ാം റാങ്ക് എന്നുള്ളത് ഓർത്ത് വെക്കുക. 10 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഭാഗങ്ങളിലാണ്. സാധാരണ നമ്മൾ ഓരോ പാർട്ടായിട്ടാണ് ഇൻഡെക്സിനെ ഓർത്ത് വെക്കുന്നത്. ലാസ്റ്റ് പാർട്ടിലാണോ, മിഡിൽ പാർട്ടിലാണോ, ഫസ്റ്റ് പാർട്ടിലാണോ? അപ്പൊ ഗ്ലോബൽ സൈബർ സെക്യൂരിറ്റി ഇൻഡെക്സ് ഫസ്റ്റ് പാർട്ടിൽ തന്നെയാണ്. ഫസ്റ്റിൽ തന്നെ ഏറ്റവും മുന്നിൽ, ഫസ്റ്റ് 10-ലുള്ളിലാണ്. അപ്പൊ അത് 10 എന്നുള്ളത് തന്നെ ഓർത്ത് വെക്കുക. ഗ്ലോബൽ സൈബർ സെക്യൂരിറ്റി ഇൻഡെക്സിൽ 10th ആണ് ആരുടെ റാങ്ക്? ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് 2 കാര്യങ്ങൾ നോട്ട് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ കാര്യം, USA ഈസ് റാങ്ക്ഡ് ഫസ്റ്റ്. അപ്പൊ ആരാണ് ചിലപ്പോൾ ഫസ്റ്റ് എന്നായിരിക്കും ചോദിക്കുക. അപ്പൊ USA ആണ് ഇതിനകത്ത് ഗ്ലോബൽ സൈബർ സെക്യൂരിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ആരാണ്? USA ആണ്. ഇനി ITUന്റെ ഹെഡ് ക്വാർട്ടർ ജനീവ, സ്വിറ്റ്സർലാൻഡ് ആണ് എന്നുള്ളതുകൂടി ഓർത്തു വെക്കുക. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ആണ്. അതിന്റെ ഹെഡ് ക്വാർട്ടർ ജനീവ, സ്വിറ്റ്സർലാൻഡ് ആണ് എന്നുള്ളതുകൂടി ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name the CEO of Niti Aayog. Name the CEO of Niti Aayog whose tenure has been extended by government for 1 year till June 22. അപ്പം നീതി ആയോഗിന്റെ സിഇഒയുടെ നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അയാളെ പറ്റി എന്താണ് പറയുന്നത്? ഹൂസ് ടെനുവർ ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് ബൈ ഗവൺമെന്റ് എക്സ്റ്റെൻഡ് ചെയ്തു ടെനുവർ ഫോർ 1 year. അദ്ദേഹത്തിന്റെ പേരാണ് അമിതാഭ് കന്ത്. അപ്പൊ നീതി ആയോഗിന്റെ സിഇഒ ആരാണ്? അമിതാഭ് കന്ത് ആണ്. അപ്പം ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. So let's go to next question. Who has been appointed as the chairman of Indian Federation of United Nations Association, IFUNA, Indian Federation of United Nations Association? അപ്പൊ അതിന്റെ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് ശംഭുനാഥ് ശ്രീവാസ്തവ. ജസ്റ്റിസ് ശംഭുനാഥ് ശ്രീവാസ്തവ. അപ്പൊ ആരാണ് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ IFUNA ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? ജസ്റ്റിസ് ശംഭുനാഥ് ശ്രീവാസ്തവ ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് പോസ് ചെയ്തതിന് ശേഷം വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രീ KV സമ്പത് കുമാർ. KV സമ്പത് കുമാർ, ഞാൻ ഈ പേര് പറയുമ്പോൾ ഒന്ന് സ്ട്രെസ് ആക്കിക്കോണം. ശ്രീ KV സമ്പത് കുമാർ, the editor of the world first Sanskrit daily, has passed away.
അപ്പൊ ലോകത്തിലെ ആദ്യത്തെ സാൻസ്ക്രിറ്റ് ഡെയിലിയുടെ എഡിറ്റർ ആയിട്ടുള്ള ശ്രീ KV സമ്പത് കുമാറിന്റെ ഒബിച്വറി ന്യൂസ് ആണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സാൻസ്ക്രിറ്റ് ഡെയിലി? ആ ലോകത്തിലെ ആദ്യത്തെ സാൻസ്ക്രിറ്റ് ഡെയിലിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. സുധർമ്മ എന്നാണ് ആ ഒരു സാൻസ്ക്രിറ്റ് ഡെയിലിയുടെ പേര്. അപ്പൊ സുധർമ്മ എന്ന ലോകത്തിലെ ആദ്യത്തെ സാൻസ്ക്രിറ്റ് ഡെയിലിയുടെ എഡിറ്റർ ആയിട്ടുള്ള KV സമ്പത് കുമാറാണ് മരിച്ചുപോയത്, അല്ലെങ്കിൽ ഒബിച്വറി ന്യൂസിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ സുധർമ്മ സമ്പത് കുമാർ എന്നുള്ളത് കണക്ട് ചെയ്ത് ഓർത്തു വെക്കേണ്ട പേരാണ്. സുധർമ്മ സമ്പത് കുമാർ. അത് ഈ സുധർമ്മ എന്താണ്? ലോകത്തിലെ ആദ്യത്തെ സാൻസ്ക്രിറ്റ് ഡെയിലി ആണ്. അതിന്റെ എഡിറ്റർ ആണ് ആര്? KV സമ്പത് കുമാർ. സോ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് വായിക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ 2020-21 India reported current account surplus for first time in 17 years. What was the rate of the current account surplus in financial year 2021? അപ്പൊ എന്താണ്? ഇന്ത്യ റിപ്പോർട്ടഡ് കറന്റ് അക്കൗണ്ട് സർപ്ലസ് അധികമാണ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ 17 years. 17 വർഷത്തിന് ശേഷം. കുറവാണെങ്കിൽ ഡെഫിസിറ്റ് എന്നാണ് പറയുന്നത്. സോ വാട്ട് വാസ് ദ റേറ്റ് ഓഫ് കറന്റ് അക്കൗണ്ട് സർപ്ലസ് ഇൻ 2021? അപ്പൊ സർപ്ലസിന്റെ റേറ്റ് അല്ലെങ്കിൽ പെർസെന്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0.9% കറന്റ് അക്കൗണ്ട് സർപ്ലസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫൈനാൻഷ്യൽ 2021. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 17 വർഷത്തിന് ശേഷമാണ് കറന്റ് അക്കൗണ്ട് സർപ്ലസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് 2020-21 ഫൈനാൻഷ്യൽ ഇയറിലാണ്. അപ്പൊ ആ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ 0.9% കറന്റ് അക്കൗണ്ട് സർപ്ലസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ അതിന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഡീറ്റെയിൽ വേണമെങ്കിൽ ഇവിടെ വായിച്ചു നോക്കുക. ഡീറ്റെയിൽ എപ്പോഴും ഇരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, so let's go to next question. The Shopsy app. Okay, Shopsy app. ഞാൻ സ്ട്രെസ് ചെയ്യുന്നതെല്ലാം നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്തോളുക. Shopsy app has been launched by which company to help Indians to start their online business without any investment? ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ലാതെ അവർ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, അതിനുവേണ്ടി സിറ്റിസൺസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഏത് കമ്പനിയാണ് ഷോപ്സി ആപ്പ് ലോഞ്ച് ചെയ്തത്? ഷോപ്സി ആപ്പ് ലോഞ്ച് ചെയ്ത ആരാണ്? ഫ്ലിപ്കാർട്ട് ആണ്. ഫ്ലിപ്കാർട്ട് ആണ് ഈ ഷോപ്സി ആപ്പ് ലോഞ്ച് ചെയ്ത. ഷോപ്സി ആപ്പ് എന്തിനാണ്? ഇന്ത്യൻ സിറ്റിസൺസിന് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ലാതെ ഓൺലൈൻ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് ഷോപ്സി ആപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഷോപ്സി ആപ്പ് ഈസ് ലോഞ്ച്ഡ് ബൈ ഫ്ലിപ്കാർട്ട്. ഓർത്തു വെക്കുക, ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് എമൗണ്ട് ഹാസ് ബീൻ പ്ലെഡ്ജ്ഡ് ബൈ വേൾഡ് ബാങ്ക് ഫോർ COVID-19 വാക്സിൻ ഫണ്ടിങ് in developing countries for a period ending 2022? അപ്പൊ ഇവിടെ ഒരു എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്ലെഡ്ജ്ഡ് ബൈ വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് പ്ലെഡ്ജ് ചെയ്ത എമൗണ്ട് എന്തിന്? ഫോർ COVID-19 വാക്സിൻ ഫണ്ടിങ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. 2022 ഡെവലപ്പിംഗ് കൺട്രീസിൽ COVID-19 വാക്സിൻ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് പ്ലെഡ്ജ് ചെയ്ത എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് എമൗണ്ട്. $20 ബില്യൺ. $20 ബില്യൺ ആണ് വേൾഡ് ബാങ്ക് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നത്. എന്തിനാ? 2022 ഡെവലപ്പിംഗ് കൺട്രീസിൽ COVID-19 വാക്സിന് വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന ഫണ്ടാണ് എന്ത്? $20 ബില്യൺ എന്ന് പറയുന്നത്. സോ ആ ഒരു എമൗണ്ട് ഓർത്തിരിക്കുക. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി വൈസ് ചീഫ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്? ഇന്ത്യൻ എയർഫോഴ്സിന്റെ വൈസ് ചീഫ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് വിവേക് റാം ചൗധരി. വിവേക് റാം ചൗധരി ആണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വൈസ് ചീഫ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ വൈസ് ചീഫ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് വിവേക് റാം ചൗധരിയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ he succeeds എയർ മാർഷൽ ഹർജിത് സിംഗ് അറോറ. ആരെയാണ് റിപ്ലേസ് ചെയ്തത് അല്ലെങ്കിൽ സക്സീഡ് ചെയ്തത്? എയർ മാർഷൽ ഹർജിത് സിംഗ് അറോറയാണ്. റിട്ടയർഡ് ഫ്രം ദ സർവീസ് ഓൺ June 30. ജൂൺ ലാസ്റ്റില് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഹർജിത് സിംഗ് അറോറയെ റീപ്ലേസ് ചെയ്താണ് വിവേക് റാം ചൗധരി ചാർജ് എടുത്തത്. എന്തായിട്ട്? വൈസ് ചീഫ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് ആയിട്ട്. പേരെന്താണ്? വിവേക് റാം ചൗധരി സക്സീഡഡ് ഹർജിത് സിംഗ് അറോറ. അപ്പൊ ചൗധരി, അറോറയ്ക്ക് ശേഷം ചൗധരി എന്നുള്ളത് അങ്ങനെ വല്ലതും ഓർത്തിരുന്നത് പഠിച്ചു വെക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എലോൺ മസ്ക് സാറ്റലൈറ്റ് നെറ്റ്വർക്ക് സ്റ്റാർലിങ്ക്. എലോൺ മസ്ക് സാറ്റലൈറ്റ് നെറ്റ്വർക്ക് സ്റ്റാർലിങ്ക് ടു പ്രൊവൈഡ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എവറിവെയർ ഇൻ ദ വേൾഡ് ബൈ ഡാഷ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. സോ എലോൺ മസ്കിന്റെ
സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ആയിട്ടുള്ള സ്റ്റാർലിങ്ക് ലോകത്തെല്ലായിടത്തും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുകയാണ്. ഏത് വർഷത്തോട് അല്ലെങ്കിൽ ഏത് മാസത്തോടു കൂടി? ഓഗസ്റ്റ് മാസത്തോടു കൂടി, ഓഗസ്റ്റ് 2021. അപ്പൊ ഓഗസ്റ്റ് 2021 കൂടി സ്റ്റാർലിങ്ക്, എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഈ ലോകത്തെല്ലായിടത്തും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. സ്റ്റാർലിങ്ക് ആരുടെയാണെന്നായിരിക്കും ചിലപ്പോൾ ചോദ്യം. ഓർക്ക, എലോൺ മസ്കിന്റേതാണ്. ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഗെയിം ഈസ് റിലേറ്റഡ് ടു നിഹാൽ സരീൻ? നിഹാൽ സരീൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഗെയിമാണ് എന്ത്? ചെസ് എന്ന് പറയുന്നത്. അതിന്റെ റീസൺ എന്താ? നിഹാൽ സരീൻ won the Silver Lake Open Chess Tournament in Serbia. സെർബിയയിലെ സിൽവർ ലേക്ക് ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ ജയിച്ച ആളാണ് ആര്? നിഹാൽ സരീൻ. The third seeded Indian came on top of the field with 8 points from 9 rounds. പോയിന്റിന്റെ കാര്യമാണ് പറയുന്നത്. In the final round he defeated Branko Damljanovic of the host. അപ്പൊ എന്താണ്? സെർബിയൻ ആയിട്ടുള്ള ബ്രാങ്കോ ഡാംലജനോവിക്കിനെ തോപ്പിച്ചുകൊണ്ടാണ് നിഹാൽ സരീൻ സിൽവർ ലേക്ക് ഓപ്പൺ ചെസ് ടൂർണമെന്റ് ജയിച്ചത്. നിഹാൽ സരീൻ ഏത് സ്പോർട്ടുമായിട്ട് അക്കമ്പനി ചെയ്യുന്നു അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് പറയാം, ചെസ് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ചെസ് എന്ന് പറയുന്ന സ്പോർട്സ് ഇവന്റിനോട് അല്ലെങ്കിൽ ഗെയിംസ് ഇവന്റിനോട് ചേർന്ന് നിൽക്കുന്ന പേരാണ് എന്ത്? നിഹാൽ സരീൻ. ജയിച്ചത് സെർബിയയിൽ പോയിട്ടാണ്. സിൽവർ ലേക്ക് ഓപ്പൺ ചെസ് ടൂർണമെന്റ് ആണ് ജയിച്ചത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Arun Jaitley National Institute of Financial Management, Arun Jaitley National Institute of Financial Management has signed an MOU with which entity for a strategic partnership to build an AI and Emerging Technology Center of Excellence at AJNIFM. അതായത് അരുൺ ജെയ്റ്റ്ലി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഏത് എൻറ്റിറ്റിയുമായിട്ടാണ് MOU സൈൻ ചെയ്തത്? എന്തിന്? ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിന്. എന്തിന്? AI എമർജിംഗ് ടെക്നോളജി സെന്റർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരുമായിട്ടാണ്? മൈക്രോസോഫ്റ്റുമായിട്ടാണ്. അപ്പൊ അരുൺ ജെയ്റ്റ്ലി മൈക്രോസോഫ്റ്റുമായിട്ട് ടൈപ്പ് ചെയ്തു എന്ന് ചെറുതായിട്ടൊരു ക്ലൂ ചേർത്ത് പഠിക്കുക. അരുൺ ജെയ്റ്റ്ലി അല്ല ശരിക്കും ടൈപ്പിൽ വന്നത്. അരുൺ ജെയ്റ്റ്ലി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. സോ മൈക്രോസോഫ്റ്റും അരുൺ ജെയ്റ്റ്ലിയുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which state government has unveiled the new AP Information Technology Policy that is expected to generate more than 55,000 jobs over the next 3 years? എന്താണ്? ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഒരു AP ഇൻഫർമേഷൻ ടെക്നോളജി പോളിസി അൺവെയിൽ ചെയ്യുന്നത്? ദാറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ജനറേറ്റ് മോർ ദാൻ 55,000 ജോബ്സ്, 55,000 ജോബ്സിന് മുകളിൽ ജനറേറ്റ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന AP ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പൊ AP എന്നുള്ള പേരിൽ തന്നെ അതുണ്ട്. അപ്പൊ ചിലപ്പോൾ AP ചോദിക്കില്ല, എ ന്യൂ ഇൻഫർമേഷൻ ടെക്നോളജി പോളിസി എന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. ആന്ധ്രാപ്രദേശ് ആണ് ഈ ഒരു ടെക്നോളജി പോളിസി. 55,000 പേർക്ക് ജോലി കൊടുക്കാൻ പോകുന്നത് ആരാണ്? ആന്ധ്രാപ്രദേശ് ആണ്, തെലങ്കാന അല്ല. 55,000 പേർക്ക് ജോലി കൊടുക്കാൻ പോകുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which entity has curated the financial literacy textbook for students of class 6 that was introduced by the CBSE? എന്താണ്? ഏത് എൻറ്റിറ്റി ആണ് ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി ബുക്ക് അൺവീൽ ചെയ്ത് അല്ലെങ്കിൽ ക്യൂറേറ്റ് ചെയ്തത് ഫോർ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 6 that was introduced by the Central Board of Secondary Education? അപ്പൊ ആരാണ്? NPCI ആണ് ക്യൂറേറ്റ് ചെയ്തത്. ഫൈനാൻഷ്യൽ ലിറ്ററസി ടെക്സ്റ്റ് ബുക്ക്. ഫൈനാൻഷ്യൽ ലിറ്ററസി അല്ലേ, അപ്പൊ അതുകൊണ്ടാണ് NPCI, പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അത് ക്യൂറേറ്റ് ചെയ്തത്. അപ്പൊ CBSEയുടെ ക്ലാസ് 6-ലെ, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ക്ലാസ് 6-ലെ ടെക്സ്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ലിറ്ററസി ടെക്സ്റ്റ് ബുക്ക് ക്യൂറേറ്റ് ചെയ്തത് NPCI ആണ്, ഓർത്തിരിക്കുക. സോ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to the report, COVID-19 and Tourism, an update jointly released by the UN Conference of Trade and Development, UNCTAD, and UN World Tourist Organization, UNWTO, India experienced a drop in tourist arrivals in 2020 by what percent? നീളമുള്ള ക്വസ്റ്റ്യൻ കേട്ട് ഞെട്ടണ്ട. ഇന്ത്യയിലെ ടൂറിസ്റ്റിന്റെ വരവ് കുറഞ്ഞു.
അതാണ് സംഭവം. ഇന്ത്യ എക്സ്പീരിയൻസ് എ ഡ്രോപ്പ് ഇൻ ടൂറിസ്റ്റ് അറൈവൽസ്. 2020 ടൂറിസ്റ്റിന്റെ അറൈവൽ കുറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും? COVID-19 ഔട്ട് ബ്രേക്ക് കൊണ്ട് തന്നെ ആയിരിക്കും. എത്ര ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ്. 54% കുറഞ്ഞു. അതായത് 100 ടൂറിസ്റ്റ് വന്നുകൊണ്ടിരുന്നിടത്ത് 54% കുറഞ്ഞാൽ 46% ടൂറിസ്റ്റ്. അപ്പൊ 100 ആൾക്കാർ വന്നുകൊണ്ടിരുന്നിടത്ത് 46 പേരെ വരുന്നുള്ളൂ. ഇപ്പോൾ 2019 100 ടൂറിസ്റ്റ് വന്നെങ്കിൽ ഇപ്പോൾ 46 പേരെ വരുന്നുള്ളൂ. അതാണ് 54% ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ 2020 54% ഡ്രോപ്പ് ആണ് ഇന്ത്യ എക്സ്പീരിയൻസ് ചെയ്തത് ടൂറിസ്റ്റ് അറൈവലിൽ. ആ ഒരു റിപ്പോർട്ടിന്റെ പേരാണ് COVID-19 ആൻഡ് ടൂറിസം ആൻഡ് അപ്ഡേറ്റ് എന്നുള്ളത്. റിലീസ് ചെയ്ത ആൾക്കാരാണ് UNCTADയും UNWTOയും. അതിന്റെ ഫുൾ ഫോം അവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. ഡീറ്റെയിൽസ് എന്തായാലും ഇവിടെ ഇട്ടേക്കാം, ഒന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയോളുക. So let's go to next question. From which port of the Ministry of Port Shipping and Waterways launched the maiden voyage under Green Freight Corridor 2? അപ്പൊ ഫ്രം വിച്ച് പോർട്ട്, ഏത് പോർട്ടിൽ നിന്നാണ് എന്ത് ദ മിനിസ്ട്രി ഓഫ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ലോഞ്ച്ഡ് എന്ത് ദ മെയ്ഡൻ വോയേജ് അണ്ടർ ഗ്രീൻ ഫ്രൈറ്റ് കോറിഡോർ 2. അപ്പൊ ഗ്രീൻ ഫ്രൈറ്റ് കോറിഡോർ 2ന്റെ അണ്ടറിൽ മെയ്ഡൻ വോയേജ് ലോഞ്ച് ചെയ്തത് ഏത് പോർട്ടിൽ നിന്നാണെന്നാണ് ചോദ്യം. കൊച്ചിൻ പോർട്ടിൽ നിന്നാണ്. കൊച്ചിൻ പോർട്ടിൽ നിന്നാണ് ഈ ഒരു ഗ്രീൻ ഫ്രൈറ്റ് കോറിഡോർ 2ന്റെ അണ്ടറിലുള്ള മെയ്ഡൻ വോയേജ് ലോഞ്ച് ചെയ്തത്. ആരാണ് ലോഞ്ച് ചെയ്തത്? മിനിസ്ട്രി ഓഫ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ആണ് ലോഞ്ച് ചെയ്തത്. സ്റ്റേറ്റ് ആരാണ്? സ്റ്റേറ്റ് മിനിസ്റ്റർ ആരാണ്? Manshukh Mandavia. MOS Manshukh Mandavia inaugurated the first voyage under service, which is operated by Mumbai-based Round the Coast Private Limited. അപ്പൊ ഗ്രീൻ ഫ്രൈറ്റ് കോറിഡോർ 2 is a coastal shipping service. അപ്പൊ അതെന്താണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, വായിച്ചു നോക്കുക. So let's go to next question. Which social media giant has published its first transparency report under new IT rules 2021? അപ്പൊ ഏത് സോഷ്യൽ മീഡിയ ജയന്റ് ആണ് പബ്ലിഷ് ചെയ്തത്? എന്ത് പബ്ലിഷ് ചെയ്തത്? ആദ്യത്തെ ട്രാൻസ്പെറൻസി റിപ്പോർട്ട് അണ്ടർ ന്യൂ IT റൂൾസ്. ന്യൂ IT റൂൾസിന്റെ അണ്ടറിലുള്ള ട്രാൻസ്പെറൻസി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് ഏത് സോഷ്യൽ മീഡിയ ജയന്റ് ആണ്? ഗൂഗിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഗൂഗിൾ ആണ് ഒരു ട്രാൻസ്പെറൻസി റിപ്പോർട്ട്. ഗൂഗിൾ ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്. ഗൂഗിൾ ഇപ്പൊ ഇന്റർനെറ്റ് എടുത്താൽ അതിനകത്ത് എല്ലാം നമുക്ക് സെർച്ച് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്. അങ്ങനെ ഓർത്തിരിക്കുക, ഞാൻ ക്ലൂ ആണ്. ഇതൊന്നും എന്താ പറയുന്നത്, അതിന്റെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമുക്ക് ഓർത്തിരിക്കാനായിട്ടുള്ള ചില പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഗൂഗിൾ ഭയങ്കര ട്രാൻസ്പെറന്റ് ആണെന്ന് പഠിച്ചാൽ ട്രാൻസ്പെറൻസി റിപ്പോർട്ട് കൊണ്ടുവന്ന ആരാണ്? ഗൂഗിൾ ആണ്. അപ്പൊ അത് ന്യൂ IT റൂൾസ് ഉള്ള ട്രാൻസ്പെറൻസി റിപ്പോർട്ട് ആണ് എന്നുള്ളതാണ് അതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു സംഗതി എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Chief Minister Tirath Singh Rawat has resigned from his post 4 months after taking oath as the state new chief minister. He was the chief minister of which state? അപ്പൊ തീരത്ത് സിംഗ് റവാട്ട് അല്ലെങ്കിൽ TS റവാട്ട്, അത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരുടെയാണ്? ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ബട്ട് എന്താണ്, റിസൈൻ ചെയ്തു 4 months ആഫ്റ്റർ ടേക്കിംഗ് ഓത്ത്. സത്യപ്രതിജ്ഞ ചെയ്ത് 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ അവിടെ നിന്ന് എന്ത് ചെയ്തു? റിസൈൻ ചെയ്തു. അപ്പൊ ഹി വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ആര്? തീരത്ത് സിംഗ് റവാത്ത് എന്നുള്ളത്. ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആരാണ്? ത്രിവേന്ദ്ര സിംഗ് റവാത്ത് ആണ് ഇനി, അതായത് റീപ്ലേസിംഗ് തീരത്ത് സിംഗ് റവാത്ത് ടു കോസ്റ്റ് ആസ് ഉത്തരാഖണ്ഡ് സിംഗ് ഓൺ March 10, റീപ്ലേസിംഗ് ത്രിവേന്ദ്ര സിംഗ് റവാത്ത്. അപ്പൊ ത്രിവേന്ദ്ര സിംഗ് റവാത്ത്, തീരത്ത് സിംഗ് റവാത്ത് ടു കോത്താസ് ഉത്തരാഖണ്ഡ് CM, റീപ്ലേസിംഗ് ത്രിവേന്ദ്ര സിംഗ് റവാത്ത്. അപ്പൊ ത്രിവേന്ദ്ര സിംഗ് റവാത്തിന് ശേഷം ആണ് തീരത്ത് സിംഗ് റവാത്ത് ഉത്തരാഖണ്ഡ് CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതെന്നാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് മാറിപ്പോയി. അപ്പൊ ത്രിവേന്ദ്ര സിംഗ് റവാത്തിന് ശേഷമാണ് തീരത്ത് സിംഗ് റവാത്ത് ഉത്തരാഖണ്ഡ് CM ആയിട്ട് റീപ്ലേസിംഗ് ത്രിവേന്ദ്ര സിംഗ് റവാത്ത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ത്രിവേന്ദ്ര സിംഗ് റവാത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ആര്? തീരത്ത് സിംഗ് റവാത്ത് ഉത്തരാഖണ്ഡ് CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം റിസൈൻ ചെയ്തു 4 months ആഫ്റ്റർ ടേക്കിംഗ് ഓത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The United World Wrestling UWW, the World Wrestling Governing Body, has imposed 2 years ban on which Indian wrestler? അപ്പോൾ ഒരു ഇന്ത്യൻ റെസ്ലറിന് മേലുള്ള ഒരു ബാൻ കൊണ്ടുവന്നു. ആര്? യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് UWW. അപ്പൊ ദ വേൾഡ് റെസ്ലിംഗ് ഗവേണിംഗ് ബോഡിയാണ് ഈ UWW എന്നുള്ളത്. ഏത് ഇന്ത്യൻ റെസ്ലറിലാണ് ഈ ഒരു 2 year ബാൻ ഇമ്പോസ് ചെയ്തതെന്നാണ് ചോദ്യം. സുമിത് മാലിക് എന്ന് പറയുന്ന ഇന്ത്യൻ റെസ്ലറിനാണ് ഈ ഒരു ബാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ സുമിത് മാലിക് എന്ന് പറയുന്ന ഇന്ത്യൻ റെസ്ലറിനാണ് ഈ ഒരു ബാൻ ആര് കൊണ്ടുവന്നിട്ടുള്ളത്? യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് അതിന്റെ റീസൺ? The 28-year-old has been banned for failing DOP test. DOP test ഫെയിൽ ചെയ്തതുകൊണ്ടാണ്.
Is B sample also respond positive for a prohibited stimulant? അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കി അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഡോപ്പ് ടെസ്റ്റിൽ ഫെയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു 28 വയസ്സുകാരനായിട്ടുള്ള സുമിത് മാലിക്കിന് ഈ ഒരു ബാൻ കിട്ടിയത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which bank has recently launched India's most comprehensive banking solution for medical doctors? അപ്പോൾ ഏത് ബാങ്കാണ് ലോഞ്ച് ചെയ്തത് ഇന്ത്യയുടെ മോസ്റ്റ് കോംപ്രിഹെൻസീവ് ബാങ്കിങ് സൊല്യൂഷൻ ഫോർ മെഡിക്കൽ ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സിനുള്ള ബാങ്കിങ് സൊല്യൂഷൻ. അപ്പൊ ഡോക്ടറിന് ബാങ്ക് കൊണ്ടുവന്നല്ല, ഡോക്ടറിന് ബാങ്കിങ് സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്ന ആരാ? ICICI ആണ്. അപ്പൊ ICICI ഡോക്ടേഴ്സിന് ബാങ്കിങ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള രീതി പഠിക്കുക. Which bank has recently launched India's most comprehensive banking solution for medical doctors? ICICI. അപ്പൊ ICICIയും ഡോക്ടേഴ്സുമായിട്ടുള്ളൊരു ടൈപ്പ് ആണ്. ഓക്കെ, ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് ICICIയും ഡോക്ടേഴ്സുമായിട്ടുള്ള ടൈപ്പ് ആണ് എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തിരുന്ന് വെക്കുക. സോ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. ടൈറ്റിൽ അതിന്റെ പറയുന്നുണ്ട് സല്യൂട്ട് ഡോക്ടേഴ്സ് എന്നാണ് അതിന്റെ ടൈറ്റിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Following a 70-year effort, which country has been awarded a malaria-free certification from WHO recently? China. എന്താണ് 70 വർഷത്തിന് ശേഷം ഒരു മലേറിയ ഫ്രീ സർട്ടിഫിക്കേഷൻ കിട്ടുന്ന ആർക്കാണ്? ചൈനയ്ക്കാണ്. അറിയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മലേറിയ ഫ്രീ സർട്ടിഫിക്കേഷൻ 70 വർഷത്തിന് ശേഷം ആർക്കാണ്? ഏത് രാജ്യത്തിനാണ്? ചൈനയ്ക്കാണ് കിട്ടിയത്. ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is named the flag bearer of the Indian contingent in the Tokyo Paralympics, which begins on August 24? എന്താണ് പറഞ്ഞേക്കുന്നത്? Who is named as the flag bearer of the Indian contingent? Indian contingentലെ ഫ്ലാഗ് ബിയറർ ആയിട്ട് നെയിം ചെയ്ത ആരെയാണ്? ഇൻ ദ ടോക്കിയോ പാരാലിമ്പിക്സിൽ ആരെയാണ് ഫ്ലാഗ് ബിയറർ ആയിട്ട്, ഇന്ത്യൻ കോണ്ടിജന്റിലെ ഫ്ലാഗ് ബിയറർ ആയിട്ട് നെയിം ചെയ്തത് എന്നാണ് ചോദ്യം. മാരിയപ്പൻ തങ്കവേലുവിനെയാണ്. Mariappan Thangavelu named the flag bearer of the Indian contingent in the Tokyo Paralympics. Mariappan Thangavelu ഓർത്തിരിക്കുക, മാരിയപ്പൻ തങ്കവേലുവിനെയാണ് ഫ്ലാഗ് ബെയറർ ഓഫ് ദി ഇന്ത്യൻ കോണ്ടിജന്റ് ഇൻ ടോക്കിയോ പാരാലിമ്പിക്സ് ആയിട്ട് നെയിം ചെയ്തത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പാരാ ഹൈ ജമ്പർ ആണ് ആര്? ഈ മാരിയപ്പൻ തങ്കവേലു എന്നുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുഷ്കർ സിംഗ് ധമി will be the next CM of which state? ഉത്തരാഖണ്ഡ്. അപ്പൊ ഉത്തരാഖണ്ഡിന്റെ CM ആയിട്ടുള്ള ആരാണ് റിസൈൻ ചെയ്തത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരാണ് പുതിയത്? പുഷ്കർ സിംഗ് ധമിയാണ്. പുഷ്കർ സിംഗ് ധമിയാണ് ഉത്തരാഖണ്ഡിന്റെ പുതിയ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ചാർജ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു തീരത് സിംഗ് റവാത്ത് ഹു റിസൈൻഡ് ഫ്രം ദ പോസ്റ്റ്. അപ്പൊ ഇപ്പൊ ആരാണ് അവിടെ? പുഷ്കർ സിംഗ് ധമിയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The book titled Nathuram Godse, The True Story of Gandhi's Assassin will be published by Pan Macmillan India in 2022. Who is the writer of the book? അപ്പൊ ആരാണ് അതിന്റെ റൈറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? നാഥുറാം ഗോഡ്സെയെ പറ്റിയിട്ട്, സ്റ്റോറി ഓഫ് ദി ഗാന്ധിസ് അസാസിൻ, ഗാന്ധിയുടെ അസാസിന്റെ ട്രൂ സ്റ്റോറി എന്നുള്ള നാഥുറാം ഗോഡ്സെയുടെ ബുക്ക് എഴുതിയതാരാണ്? ധവാൽ കുൽക്കർണിയാണ്. ധവാൽ കുൽക്കർണി. അപ്പൊ നാഥുറാം ഗോഡ്സെയെ പറ്റി എഴുതിയേക്കുന്നത് ധവാൽ കുൽക്കർണിയാണ്. അപ്പൊ ഗോഡ്സെയെ പറ്റി എഴുതിയേക്കുന്നത് കുൽക്കർണിയാണ്. എങ്ങനെ വേണേലും നിങ്ങൾക്ക് അത് പഠിച്ചു നോക്കാം. അപ്പൊ നാഥുറാം ഗോഡ്സെ ദ ട്രൂ സ്റ്റോറി ഓഫ് ഗാന്ധിസ് അസാസിൻ എന്നുള്ള ബുക്ക് പബ്ലിഷ് ചെയ്തത് പാൻ മക്മില്ലൻ ഇന്ത്യ ആണ്. അതേപോലെ തന്നെ അതിന്റെ ഓഥർ എന്ന് പറയുന്ന ആരാണ്? ധവാൽ കുൽക്കർണിയാണ്. സോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി, a team of researchers have discovered black-bellied coral snakes in the forest of Badraj block of Benog Wildlife Sanctuary. It is located in which state? അപ്പൊ എന്താണ്? For the first time in the ഹിസ്റ്ററിയിൽ ആദ്യത്തെ ആയിട്ട് a team of researchers have discovered black-bellied coral snake. ബ്ലാക്ക്-ബെല്ലിഡ് ആയിട്ടുള്ള കോറൽ സ്നേക്കിനെ കണ്ടു. എവിടെ? ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ബദ്രാജ് ബ്ലോക്ക് ഓഫ് ബെനോഗ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ബെനോഗ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ഈ കോറൽ സ്നേക്സിനെ കണ്ടെത്തിയത്. ഈ ബെനോഗ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ ഫോറസ്റ്റ് എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ CM മാറിയപ്പോൾ അവിടെ ആര് കണ്ടു? കോറൽ സ്നേക്സിനെ കണ്ടു എന്നൊക്കെ വേണമെങ്കിൽ രസകരമായിട്ട് ഓർത്തിരിക്കാം. CM പോയപ്പോൾ അവിടെ പാമ്പ് വന്നു എന്നും വേണമെങ്കിൽ ഓർത്തിരുന്ന് പഠിക്കാം. ഇല്ല, തെറ്റില്ല അങ്ങനെയൊന്നും ഓർക്കുന്നതിൽ. കാരണം നമ്മളിത് പുറത്തു പറയാനല്ല, നമുക്കിത് ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് ക്ലൂസ് ഒക്കെ ഓർത്തു വെക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. India's Mana Patel is associated with which sport who qualified for Tokyo Olympics? Mana Patel. Mana Patel
മാന പട്ടേൽ എന്നുള്ള പേര് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് കാറ്റഗറിയാണിത്. അപ്പൊ ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ ചെയ്ത മാന പട്ടേൽ ഏത് കാറ്റഗറിയിൽ, ഏത് സ്പോർട്സ് ഇവന്റിലാണ് അസോസിയേറ്റ് ചെയ്യുന്നത്? സ്വിമ്മിംഗ് ആണ്. മാന പട്ടേലിന്റെ ജോലി എന്താണ്? സ്വിമ്മിംഗ് ആണ്. ഇപ്പൊ മാനം, ആകാശം എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തിരുന്ന് പഠിക്കാം. രസകരമായിട്ട് ഓർക്കാൻ പറ്റിയ ക്ലൂസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ മാന പട്ടേൽ റിലേറ്റഡ് ടു സ്വിമ്മിംഗ്. അപ്പൊ എന്താണ് പ്രത്യേകത? ക്വാളിഫൈഡ് ഫോർ ദ ടോക്കിയോ ഒളിമ്പിക്സ്. ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ ചെയ്തു. ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which agency has been awarded the world's most innovative investment promotion agency by OCO Global? ഏത് ഏജൻസിയാണ് ഒരു അവാർഡ് കിട്ടിയത്? ഏത് ഏജൻസിക്കാണ് ഒരു അവാർഡ് കിട്ടിയത്? എന്ത്? വേൾഡ്സ് മോസ്റ്റ് ഇന്നോവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഏജൻസി. OCO ഗ്ലോബലിന്റെ മോസ്റ്റ് ഇന്നോവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഏജൻസി കിട്ടിയത്, ആ ഒരു അവാർഡ് കിട്ടിയത് ആർക്കാണെന്നാണ് ചോദ്യം. ഇൻവെസ്റ്റ് ഇന്ത്യയ്ക്കാണ്. അപ്പൊ ഇൻവെസ്റ്റ് ഇന്ത്യ എന്ന ഏജൻസിക്കാണ് മോസ്റ്റ് ഇന്നോവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഏജൻസി, OCO ഗ്ലോബലിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഏജൻസി അവാർഡ് കിട്ടിയത് ആർക്കാണ്? ഇൻവെസ്റ്റ് ഇന്ത്യയ്ക്കാണ്. ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ആണെന്നും അവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇന്ത്യൻ സിറ്റി ഈസ് ദ വേൾഡ്സ് തേർഡ് ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം ബീയിങ് പ്ലാൻ ടു ബി കൺസ്ട്രക്റ്റഡ്? അപ്പൊ എന്താണ്? ഏത് ഇന്ത്യൻ സിറ്റിയിലാണ് ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ലാർജസ്റ്റ്, തേർഡ് ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം കൺസ്ട്രക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? ജയ്പൂരിലാണ്. ഇപ്പൊ ജയ്പൂരിലാണ് എന്ത്? ലോകത്തിലെ, ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മൂന്നാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം പ്ലാൻ ചെയ്യുന്ന, കൺസ്ട്രക്ട് ചെയ്യുന്ന എവിടെയാണ്? ജയ്പൂരിലാണ്. അപ്പൊ ജയ്പൂർ എന്നുള്ള പേര് ഓർത്തിരിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Where is the 7th edition of Indian Ocean Naval Symposium held? Naval Symposium. Where was the 7th edition of Indian Ocean Naval Symposium? അപ്പൊ Indian Ocean Naval Symposium എവിടെയാണ്? ഫ്രാൻസിലാണ്. ഇന്ത്യൻ ഓഷ്യൻ നേവൽ സിംപോസിയം പേര് കേൾക്കുമ്പോൾ ഇന്ത്യയിലായിരിക്കേണ്ടതാണ്. ഇന്ത്യൻ ഓഷ്യൻ നേവൽ സിംപോസിയം, പക്ഷെ ഇന്ത്യയിലല്ല, എവിടെയാണ്? ഫ്രാൻസിലാണ്. ഫ്രാൻസ് എന്നുള്ള പേര് ഓർത്തിരിക്കാൻ നമ്മൾ ഇന്ത്യയിലല്ല ഫ്രാൻസിലാണ് എന്ന് പറഞ്ഞ് പഠിക്കേണ്ടി വരും. എന്തായാലും അതൊക്കെയാണ് ഇതിന്റെ ക്ലൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റു ക്ലൂ ഉള്ളതുണ്ടെങ്കിൽ ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യൻ ഓഷ്യൻ നേവൽ സിംപോസിയം, IONS എന്ന് പറയും, അയോൺസ്. നിങ്ങൾക്ക് അത് വെച്ചിട്ട് ക്ലൂ ഉണ്ടാക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്ലൂസ് ഉണ്ടാക്കുന്നതിന് എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഓപ്ഷൻ കാണുമ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് രസകരമായിട്ട് എന്ത് വേണമെങ്കിലും ഓർത്തു വെക്കാം. സോ ഇന്ത്യൻ ഓഷ്യൻ നേവൽ സിംപോസിയം എവിടെയാണ്? ഫ്രാൻസിൽ വെച്ചാണ് നടന്നത്. ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യ വെച്ചിട്ടല്ല, ഫ്രാൻസിൽ വെച്ചിട്ടാണ് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു പഠിക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is India's first autonomous drone defense dome developed by Green Robotics? അപ്പൊ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഇതിൽ ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഓട്ടോണോമസ് ഡ്രോൺ ഡിഫൻസ് ഡോം? ഓട്ടോണോമസ് ഡ്രോൺ ഡിഫൻസ് ഡോം ഡെവലപ്ഡ് ബൈ ഗ്രീൻ റോബോട്ടിക്സ്. ഗ്രീൻ റോബോട്ടിക്സ് ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ, ഇന്ത്യയുടെ ആദ്യത്തെ ഓട്ടോണോമസ് ഡ്രോൺ ഡിഫൻസ് ഡോമിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. പേരാണ് ഇന്ദ്രജാൽ. ഇന്ദ്രജാൽ എന്നാണ് ഈ ഓട്ടോണോമസ് ഡ്രോൺ ഡിഫൻസ് ഡോമിന്റെ പേര്. ഗ്രീൻ റോബോട്ടിക്സ് ഡെവലപ്പ് ചെയ്ത ഈ ഓട്ടോണോമസ് ഡ്രോൺ ഡിഫൻസ് ഡോമിന്റെ പേരാണ് ഇന്ദ്രജാൽ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റംസ് ലിമിറ്റഡ്. റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് has unveiled a guided missile system Sea Breaker for the Navy of which country? എന്താണ്? റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് അൺവീൽ ചെയ്തു എന്ത്? എ ഗൈഡഡ് മിസൈൽ സിസ്റ്റം സീ ബ്രേക്കർ. അത് ഏത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ്? ഏത് രാജ്യത്തെ നേവിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ചോദ്യം. USA വേണ്ടിയിട്ടാണ്. അപ്പൊ റാഫേല് USA സീ ബ്രേക്കർ കൊടുത്തു. ഓക്കെ, റാഫേല് USA സീ ബ്രേക്കർ കൊടുത്തു. നേവിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഓർക്കുക. US നേവിക്ക് വേണ്ടിയിട്ടാണ് ഈ സീ ബ്രേക്കർ കൊടുത്തത്. സീ ബ്രേക്കർ ആകുമ്പോൾ അത് നേവിക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ, അങ്ങനെ പഠിക്കാം. ഓക്കെ, സി ആയതുകൊണ്ട് നേവി എന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ റാഫേൽ ആണ് കൊടുത്തത്. എന്താണ്? റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റം ആണ് ഈ ഒരു ഗൈഡഡ് മിസൈൽ സിസ്റ്റം അൺവീൽ ചെയ്തത് US വേണ്ടിയിട്ട്. ഓക്കെ, സോ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ബാങ്ക് ഹാസ് ലോഞ്ച്ഡ് the Salam Dil Se initiative to pay tribute to doctors? അപ്പൊ നേരത്തെ നമ്മൾ ഡോക്ടേഴ്സിന് ബാങ്കിങ് സൊല്യൂഷൻ കൊടുക്കുന്ന ICICI ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ? ഡോക്ടേഴ്സിന് ട്രിബ്യൂട്ട് ആയിട്ട് സലാം ദിൽസെ കൊണ്ടുവരുന്ന ബാങ്ക് HDFC ആണ്.
അപ്പൊ എന്താണ് ബാങ്കിങ് സൊല്യൂഷൻ ICICI കൊടുക്കുമ്പോൾ അവർക്ക് സലാം പറയുന്ന ആരാണ്? HDFC ബാങ്ക് ആണ്. ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ സലാം ദിൽസെ എന്നുള്ള ഇനിഷ്യേറ്റീവ്, അത് ആ ഡോക്ടേഴ്സിന് വേണ്ടി ട്രൈബ്യൂട്ട് വേണ്ടി സലാം ദിൽസെ എന്നുള്ള ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ആരാണ്? HDFC ബാങ്ക് ആണ്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Reserve Bank of India has imposed a penalty of rupees 25 lakh, 25 ലക്ഷം രൂപ penalty on which PSU bank for non-compliance with certain provisions of direction on cyber security frameworks in bank. അപ്പൊ അത്രയും കാര്യങ്ങൾ നോക്കണ്ട. 25 ലക്ഷം പെനാൽറ്റി കൊടുത്തത് RBI 25 ലക്ഷം പെനാൽറ്റി ആർക്ക് കൊടുത്തു? പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓപ്ഷനിലുണ്ടേ തെറ്റരുത്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. പഞ്ചാബ് ആൻഡ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്ന വലിയ ബാങ്കിന്, മെർജ് ചെയ്ത ബാങ്കിനല്ല, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിനാണ്. അപ്പൊ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന് 25 ലക്ഷം രൂപ പെനാൽറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? നോൺ കംപ്ലയൻസ് വിത്ത് സർട്ടൺ പ്രൊവിഷൻ. ഏതൊക്കെയോ പ്രൊവിഷൻ എന്തിന്റെ? ഓഫ് ഡയറക്ഷൻസ് ഓൺ സൈബർ സെക്യൂരിറ്റി ഫ്രെയിംവർക്സ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തോ നോൺ കംപ്ലയൻസിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന് 25 ലക്ഷം രൂപ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പെനാൽറ്റി അടിച്ചു കൊടുത്തത്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The scheme titled Nipun Bharat Program, Nipun, NIPUN. Nipun Bharat Program has been launched by which ministry? അപ്പൊ നിപ്പുൺ എന്നുള്ളത് എഡ്യൂക്കേഷൻ ആയിട്ട് ചേർത്ത് പഠിക്കുക. നിപ്പുൺ എഡ്യൂക്കേഷൻ. അപ്പോൾ നിപ്പുൺ ഭാരത് പ്രോഗ്രാം ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തത്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ലോഞ്ച് ചെയ്തത്. അപ്പം അതെന്താണ് നിപ്പുൺ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. Objective: the aim of Nipun program is that every child in India gets foundational literacy and numeracy by the end of grade 3 by 2026-27. അപ്പൊ അതാണ് സംഭവം. അപ്പൊ നിപ്പുൺ എന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തതെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്. നിപ്പുൺ സ്റ്റാൻഡ് ഫോർ നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ന്യൂമറസി. ഇതാണ് നിപ്പുൺ എന്ന് പറയുന്നത്. നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ പ്രൊവിഷ്യൻസി ഇൻ, ഒരു നാഷണൽ ഇനിഷ്യേറ്റീവ് ആണ് പ്രൊവിഷ്യൻസിക്ക് വേണ്ടി. എന്തില്? ഇൻ റീഡിങ്ങിലുള്ള പ്രൊവിഷ്യൻസി വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ന്യൂമറസി. അണ്ടർസ്റ്റാൻഡിങ് ന്യൂമറസിയും കൂടി വേണം. ഇതാണ് അവർ പറയുന്നത്. ഇതാണ് നിപ്പുൺ. അപ്പൊ നിപ്പുൺ എന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബാക്കി നിങ്ങൾ വായിച്ചു നോക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The CoWIN Global Conclave was recently organized by the government of which country? CoWIN Global Conclave. CoWIN Global Conclave ഏത് രാജ്യമാണ് ഓർഗനൈസ് ചെയ്തത്? ഇന്ത്യയാണ്. അപ്പൊ CoWIN Global Conclave ഓർഗനൈസ് ചെയ്തത് ഏത് ഗവൺമെന്റ് ആണ്? ഇന്ത്യൻ ഗവൺമെന്റ് ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The International Film Festival of India, IFFI, International Film Festival of India 2021 is scheduled to be held in Goa in November 2021. The International Film Festival 2021 will be which edition of the annual event? 52ാമത്തെ എഡിഷൻ ആണ്. അപ്പൊ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഈ നവംബറിൽ എവിടെ വെച്ചിട്ട് നടക്കാൻ പോവാണ്? ഗോവയിൽ വെച്ചിട്ട് നടക്കാൻ പോവാണ്. അപ്പൊ അത് എത്രാമത്തെ ഇവന്റ് ആണ്, എത്രാമത്തെ എഡിഷൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 52ാമത്തെ എഡിഷൻ ആണ്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ 52ാമത്തെ എഡിഷൻ ആണ് ഗോവയിൽ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഗോവയും IFFIയും 52 മുഖ കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്ലൂ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Parliamentary Standing Committee on Education has sought help from which organization for technical assistance to start satellite TV classrooms in India? കൊള്ളാം പരിപാടി. അപ്പൊ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എഡ്യൂക്കേഷൻ, പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എഡ്യൂക്കേഷൻ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്തു. ഫ്രം വിച്ച് ഓർഗനൈസേഷൻ? എവിടുന്ന്? എന്തിനാ? ഫോർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ടു സ്റ്റാർട്ട് സാറ്റലൈറ്റ് TV ക്ലാസ് റൂംസ് ഇൻ ഇന്ത്യ. അപ്പോൾ സാറ്റലൈറ്റ് TV ക്ലാസ് റൂംസിന് അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എഡ്യൂക്കേഷൻ ആരുടെ ഹെൽപ്പാണ് ചോദിച്ചിട്ടുള്ളത്? ISROയുടെ ഹെൽപ്പാണ് ചോദിച്ചിട്ടുള്ളത്. സാറ്റലൈറ്റ് TV ക്ലാസ് റൂം അല്ലേ, സാറ്റലൈറ്റ് വഴി കണക്ട് ചെയ്യണ്ടേ? സാറ്റലൈറ്റ് വഴി കണക്ട് ചെയ്യാൻ ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ആരാണ്? ISRO ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Flipkart has partnered with which payment provider? Flipkart has partnered with which payment provider to launch
കോൺടാക്ട്ലെസ് സ്കാൻ ആൻഡ് പേ ഫീച്ചർ ഫോർ പേ ഓൺ ഡെലിവറി ഓർഡേഴ്സ്. അപ്പൊ എന്താണ്, ഫ്ലിപ്കാർട്ട് ആരുമായിട്ട് ടൈഅപ്പിലായി, എന്തിന്, സ്കാൻ ആൻഡ് പേ ഫീച്ചറിന് വേണ്ടിയിട്ട്, പേ ഓൺ ഡെലിവറി ഓർഡേഴ്സിന് സ്കാൻ ആൻഡ് പേ ഫീച്ചറിന് വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ട് ആരുമായിട്ടാണ് ടൈഅപ്പിലായത്, ഫോൺ പേയുമായിട്ടാണ്. അപ്പൊ ഇനി ഫ്ലിപ്കാർട്ടിൽ പേ ഓൺ ഡെലിവറി ഓർഡേഴ്സിന് നമുക്ക് ഫോൺ പേ ഉപയോഗിച്ച് സ്കാൻ ആൻഡ് പേ ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ഫ്ലിപ്കാർട്ടും ഫോൺ പേയുമായിട്ടുള്ള ടൈഅപ്പിന്റെ ന്യൂസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ലേഡി ഡോക്ടേഴ്സ് ദ അൺടോൾഡ് സ്റ്റോറീസ് ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് വുമൻ ഇൻ മെഡിസിൻ? അപ്പോൾ ഒരു ബുക്കിന്റെ പേരാണ് ലേഡി ഡോക്ടേഴ്സ് ദ അൺടോൾഡ് സ്റ്റോറീസ് ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് വുമൻ ഇൻ മെഡിസിൻ. അപ്പൊ ലേഡി ഡോക്ടേഴ്സ് എന്ന് ഓർത്താൽ മതി. ലേഡി ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഈ ബുക്ക് എഴുതിയത് ആരാണ്, കവിത റാവു ആണ്. ഓക്കെ, ലേഡി ഡോക്ടേഴ്സ് എന്നുള്ള ബുക്കിന്റെ ഓഥർ കവിത റാവു ആണ്. ലേഡി ഡോക്ടേഴ്സിന്റെ എക്സ്പ്ലനേഷൻ ആണ് ദ അൺടോൾഡ് സ്റ്റോറീസ് ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് വുമൻ ഇൻ മെഡിസിൻ. അപ്പൊ അതാണ് അത്, ആ ലേഡി ഡോക്ടേഴ്സിന്റെ ബുക്ക് എഴുതിയ ആരാണ്, കവിത റാവു ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ വിന്നർ ഓഫ് 2021 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീ. ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീ ആർക്കാണ് കിട്ടിയത്, മാക്സ് വെർസ്റ്റപ്പൻ ആണ്. ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീ ജേതാവ് ആരാണ്, മാക്സ് വെർസ്റ്റപ്പൻ ആണ്. ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീ നേതാവ് ആരാണ്, മാക്സ് വെർസ്റ്റപ്പൻ ആണ്. റെഡ് ബുളിന്റെ മാക്സ് വെർസ്റ്റപ്പൻ. സോ ഇവിടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the administrative government of which state, the administrative government of which state has recently ended the 149-year-old practice called Darbar move? അപ്പൊ ദർബാർ മൂവ് എന്ന് പറയുന്ന ഒരു 149 വർഷം പഴക്കം നിന്ന ഒരു പ്രാക്ടീസ്, ഒരു ആചാരം, അത് എൻഡ് ചെയ്തു. അത് ഏത് സ്റ്റേറ്റ് ആണ് എന്നാണ് ചോദ്യം. ജമ്മു ആൻഡ് കശ്മീർ ആണ്. അപ്പൊ ദർബാർ മൂവ്, അപ്പൊ എന്താണ് ദർബാർ മൂവ് എന്ന് ഡിസ്ക്രിപ്ഷനിൽ നമുക്കൊന്ന് നോക്കാം. With the end of this practice, both Jammu and Srinagar secretaries can now function normally for 12 months. അപ്പൊ എന്താണ് ദർബാർ മൂവ്? Old biannual tradition of government officials of shifting capitals between Srinagar and Jammu. അപ്പോൾ ഓർക്കാൻ എളുപ്പമാണ്. ദർബാർ മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റിംഗ് ക്യാപിറ്റൽസ് ബിറ്റ്വീൻ ശ്രീനഗർ ആൻഡ് ജമ്മു. രണ്ട് സമയത്ത് ക്യാപിറ്റൽസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് ഈ ദർബാർ മൂവ്. അത് എന്ത് ചെയ്തു എന്നുള്ള ന്യൂസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has been named as the brand ambassador of Khadi Prakritik Paint? ഖാദി പ്രാകൃതിക് പെയിന്റ്, അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ഓൺലി പെയിന്റ് മെയ്ഡ് ഫ്രം കൗഡങ്, കൗഡങ്ങിൽ നിന്നുള്ള പെയിന്റ്, കൊള്ളാം പരിപാടി. അതാണ് ഖാദി പാട്രിക് പെയിന്റ്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണെന്നാണ് ചോദ്യം. നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരിയാണ് ഖാദി പ്രാക്ട്രിക്. ഓക്കെ, ഖാദി പ്രാക്ട്രിക് പെയിന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നെയിം ചെയ്തത് ആരെയാണ്, നിതിൻ ഗഡ്കരിയാണ്. അതിന്റെ പ്രത്യേകത അത് കൗഡങ്ങിൽ നിന്ന് വരുന്ന ഒരു പെയിന്റ് ആണ്. ഓക്കെ, സോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name the scheme launched by Khadi and Village Industries Commission to create bamboo-based green patches of land. Bamboo-based green patches of land in arid and semi-arid zones to solve environmental concerns such as land desertification and land degradation. എന്താണ്, നെയിം ദ സ്കീം ലോഞ്ച്ഡ് ബൈ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ലോഞ്ച് ചെയ്ത സ്കീമിന്റെ പേര്. ടു ക്രിയേറ്റ് ബാംബൂ ബേസ്ഡ് ഗ്രീൻ പാച്ചസ് ഓഫ് ലാൻഡ് ഇൻ അരിഡ് ആൻഡ് സെമി അരിഡ് സോൺ. അപ്പൊ അവിടെ ബാംബൂ ബേസ്ഡ് ഗ്രീൻ പാച്ചസ് ഓഫ് ലാൻഡ് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കൊണ്ടുവന്ന സ്കീമിന്റെ പേരാണ് എന്ത്, ബോൾഡ് എന്ന് പറയുന്നത്. ബോൾഡ് റിലേറ്റഡ് ടു ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, ബോൾഡ് റിലേറ്റഡ് ടു ബാംബു. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. അപ്പൊ എന്താണ് ബാംബു എന്നുള്ളത് ഓർക്കുമ്പോൾ ബാംബു ബേസ്ഡ് ഗ്രീൻ പാച്ചസ് ആണ്. ഓക്കെ, അതെന്തിനാണ്, ടു സോൾവ് എൻവയോൺമെന്റൽ കൺസേൺസ് സച്ച് ആസ് ലാൻഡ് ഡീസർട്ടിഫിക്കേഷൻ, ലാൻഡ് ഡിഗ്രഡേഷൻ അങ്ങനെയുള്ള എൻവയോൺമെന്റൽ കൺസേൺസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബാംബു ബേസ്ഡ് ഗ്രീൻ പാച്ചസ് ഓഫ് ലാൻഡ് ഈ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ പേരാണ് എന്ത്, ബോൾഡ്, BOLD എന്നുള്ളത്. സോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാം. ബോൾഡ് സ്റ്റാൻഡ്സ് ഫോർ ബാംബു ഒയാസിസ് ഓൺ ലാൻഡ്സ് ഇൻ ഡ്രോട്ട്. അതാണ് ബോൾഡ്, ബാംബു ഒയാസിസ് ഓൺ ലാൻഡ്സ് ഇൻ ഡ്രോട്ട്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
An Indian origin lady has been appointed as the CEO of Waze. Waze, a crowdsourced GPS navigation app. Adana Waze, a crowdsourced GPS navigation app, and a subsidiary of tech giant Google. Google-ന്റെ tech giant, Google-ന്റെ subsidiary കൂടിയാണ് എന്ത് Waze എന്നുള്ളത്. അപ്പൊ നെയിം ദ ന്യൂ സിഇഒ. അപ്പൊ അതിന്റെ സിഇഒ ആയിട്ട് ഇന്ത്യൻ ഒറിജിൻ ലേഡി അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. പേരാ ചോദിച്ചിരിക്കുന്നത് നേഹ പരീഖ്. അപ്പൊ ഇന്ത്യൻ ഒറിജിൻ ലേഡി ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് എ സിഇഒ ഓഫ് വെയ്സ്. വെയ്സിന്റെ പ്രത്യേകത എന്താ? അതൊരു ക്രൗഡ് സോഴ്സ് GPS നാവിഗേഷൻ ആപ്പാണ്. അതേപോലെ ഗൂഗിളിന്റെ ഒരു സബ്സിഡിയറി കൂടിയാണ് വെയ്സ് എന്നുള്ളത്. എന്റെ സിഇഒ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ്? നേഹ പരീഖ് ആണ്. ഓക്കെ, ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Central Institute of Freshwater Aquaculture, located in which place that has developed online course mobile app Matsya Setu? Matsya Setu, launched by Union Minister of Fisheries, Animal Husbandry and Dairying, Giriraj Singh. Giriraj Singh launch ചെയ്ത Matsya Setu എന്നുള്ള മൊബൈൽ ആപ്പ് അത് ആരാണ് എന്താ പറയുന്നത് ഡെവലപ്പ് ചെയ്തത്? ലോഞ്ച് ചെയ്തതല്ല, ഡെവലപ്പ് ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. ഇപ്പൊ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ ആണ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നാണ് ചോദ്യം? ഭുവനേശ്വറിലാണ്. ഓക്കെ, ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവരാണ് മത്സ്യ സേതു എന്നുള്ള ഈ ഒരു മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With which financial company the digital payments and financial service platform Paytm launched a small ticket loans postpaid mini that will give users flexibility to access loans ranging from 250 to 1000. A small ticket loan, ചെറിയ ലോൺ Paytm ലോഞ്ച് ചെയ്തു അല്ലേ? വിത്ത് ഫിനാൻഷ്യൽ കമ്പനി എന്നാണ് ചോദ്യം. അപ്പൊ Paytmന് മാത്രമായിട്ട് ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല, അതിനൊരു ഫൈനാൻസ് ലിമിറ്റഡ് വേണ്ടേ? അപ്പൊ അതാണ് ആദിത്യ ബിർള ഫൈനാൻസ് ലിമിറ്റഡ്. അപ്പം ആദിത്യയും Paytmഉം കൂടി ഇങ്ങനെ ഓർത്താൽ മതി. ആദിത്യയും Paytmഉം കൂടി ചെറിയ ടോക്കൺ ലോൺ 250 മുതൽ 1000 വരെയുള്ള ടോക്കൺ ലോൺസ് ഓഫർ ചെയ്യുന്നു എന്ന് പഠിച്ചാൽ മതി. ആദിത്യ ബിർള ഫൈനാൻസ് ലിമിറ്റഡ്, അതായത് ബിർള Paytm എന്നും പഠിക്കാം. ആദിത്യ ബിർള Paytm അല്ലെ ബിർള Paytm, ബിർളയും Paytm, അത് ആദിത്യയും Paytm, അങ്ങനെ എങ്ങനെ വേണേലും ഓർത്തിരിക്കാം. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ ഇതാണ് പോസ്റ്റ് പെയ്ഡ് മിനി എന്നുള്ള ഈ ഒരു സ്മോൾ ടിക്കറ്റ് ലോൺ. പോസ്റ്റ് പെയ്ഡ് മിനി എന്നാണ് അതിന്റെ പേര്, അത് ഓർത്തിരിക്കുക. അപ്പൊ അത് Paytm ആരുമായിട്ടാണ് ടൈപ്പ് വന്നിരിക്കുന്നത്? ആദിത്യ ബിർള ഫൈനാൻസ് ലിമിറ്റഡുമായിട്ടാണ്. ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാം. So let's go to the next question. Amazon Inc. has launched its first digital Kendra in India in which city? Appa Amazon Inc. launch ചെയ്യുന്നു എന്ത്? ഫസ്റ്റ് ഡിജിറ്റൽ കേന്ദ്ര ഇൻ ഇന്ത്യ. അത് എവിടെയാണ് എന്നാണ് ചോദ്യം? സൂറത്തിലാണ്. ഓക്കെ, അപ്പൊ സൂറത്തിലാണ് എന്ത് ലോഞ്ച് ചെയ്യുന്നത്? ഫസ്റ്റ് ഡിജിറ്റൽ കേന്ദ്ര. ആമസോണിന്റെ ഫസ്റ്റ് ഡിജിറ്റൽ കേന്ദ്ര ലോഞ്ച് ചെയ്യുന്നത് എവിടെയാണ്? സൂറത്തിലാണ്. അപ്പൊ ഡീറ്റെയിലോട്ട് പോകുമ്പോൾ ഇ കൊമേഴ്സ് കമ്പനി Amazon has launched its first digital Kendra in India in Surat, Gujarat. എന്താണ് ഡിജിറ്റൽ കേന്ദ്ര? ഡിജിറ്റൽ കേന്ദ്രാസ് ഓഫ് Amazon are centers that will provide micro, small and medium enterprises the opportunity to learn about the benefits of e-commerce. അതാണ് ഡിജിറ്റൽ കേന്ദ്ര. അപ്പൊ എന്താണ്? മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് ഇ കൊമേഴ്സിനെ പറ്റി കൂടുതൽ പഠിക്കാനൊരു അവസരം ഉണ്ടാക്കുന്ന ആമസോണിന്റെ സെന്റേഴ്സ് ആണ് എന്ത്? ഈ ഡിജിറ്റൽ കേന്ദ്ര എന്നുള്ളത്. അതിന്റെ ഫസ്റ്റ് ഡിജിറ്റൽ കേന്ദ്ര എവിടെയാണ് വന്നത്? ഗുജറാത്തിലെ സൂറത്തിലാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ബാക്കി വായിച്ചു നോക്കുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The tallest sand castle of the world has recently been inaugurated in which country? Tallest sand castle. അപ്പൊ ഏറ്റവും ടോളസ്റ്റ് സാൻഡ് കാസിൽ, വേൾഡിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് സാൻഡ് കാസിൽ, അത് ഇനാഗുറേറ്റ് ചെയ്തത് ഏത് കൺട്രിയിലാണ് എന്നാണ് ചോദ്യം? ഡെൻമാർക്കിലാണ്. അപ്പൊ ടോളസ്റ്റ് സാൻഡ് കാസിൽ എവിടെയാണ്? വേൾഡിലെ ടോളസ്റ്റ് നീളം കൂടിയ സാൻഡ് കാസിൽ എവിടെയാണ്? ഡെൻമാർക്കിലാണ്. ഡീറ്റെയിൽ പറഞ്ഞിട്ടാണ് അതിന്റെ കാര്യങ്ങള്. It has established a new Guinness World Record of 21.16 meters. സാൻഡ് കാസിലിന്റെ ഉയരമാണ്
okay, which is 3.5 meter taller than the previous record set in Germany. ജർമ്മനിയിലുള്ള റെക്കോർഡിനെ സെറ്റ് ചെയ്തിട്ടാണ് ഡെൻമാർക്ക് അല്ലെങ്കിൽ സക്സീഡ് ചെയ്തിട്ടാണ് ഡെൻമാർക്ക് ഇങ്ങനെ ഒരു റെക്കോർഡ് കൊണ്ടുവന്നിട്ടുള്ളത്. The sand hasel has been created by Wilfred Stiger, a Dutch sand artist. ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തു പോവുക. So let's go to next question. Mandate HQ is a payment interface. Mandate HQ is a payment interface to help card issuing banks provide recurring payment facilities for their customers. The payment solution has been launched with which company in partnership with Mastercard? Appa Razor Payum Mastercard. Razor Payum Mastercard tie up. എന്തിനാണ്? Mandate HQ. Mandate HQ. ഇതെന്താണ് സംഭവം? ഇതൊരു പേയ്മെന്റ് ഇന്റർഫേസ് ആണ്. ടു ഹെൽപ്പ് ചെയ്യാൻ എന്തിനെ? കാർഡ് ഇഷ്യൂയിങ് ബാങ്കിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് റെക്കറിംഗ് പേയ്മെന്റ് ഫെസിലിറ്റീസ് ഫോർ ദെയർ കസ്റ്റമേഴ്സ്. മനസ്സിലായല്ലോ? റെക്കറിംഗ് പേയ്മെന്റ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് കാർഡ് ഇഷ്യൂയിങ് ബാങ്കിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മാൻഡേറ്റ് HQ എന്നുള്ള ഒരു പേയ്മെന്റ് ഇന്റർഫേസിനാണ് റാസോർ പേയും മാസ്റ്റർ കാർഡും കൂടി ലോഞ്ച് ചെയ്തത്. അപ്പൊ റാസോർ പേയും മാസ്റ്റർ കാർഡും കൂടിയിട്ടാണ് മാൻഡേറ്റ് HQ എന്നുള്ള ഈ ഒരു പേയ്മെന്റ് ഇന്റർഫേസ് ലോഞ്ച് ചെയ്തത്. റാസോർ പേയും മാസ്റ്റർ കാർഡും. Okay, so let's go to next question. Name the Indian actor after whom the Indian Army has named a military firing range in Gulmarg. ഇപ്പൊ ഗുൽമാർഗിലുള്ള ഒരു മിലിറ്ററി ഫയറിംഗ് റേഞ്ചിനെ നെയിം ചെയ്തു. അത് ഏത് ഇന്ത്യൻ ആക്ടറിന്റെ പേരിലാണ് എന്നാണ് ചോദ്യം. നെയിം ദ ഇന്ത്യൻ ആക്ടർ ആഫ്റ്റർ ഹൂം ദ ഇന്ത്യൻ ആർമി ഹാസ് നെയിംഡ് എ മിലിറ്ററി ഫയറിംഗ് റേഞ്ച്. വിദ്യാബാലന്റെ പേരിലാണ്. ഇപ്പൊ ഗുൽമാർഗിലെ ഒരു മിലിറ്ററി ഫയറിംഗ് റേഞ്ചിന് വിദ്യാബാലൻ എന്നുള്ള പേരാണ് ഇന്ത്യൻ ആർമി കൊടുത്തത്. അപ്പൊ വിദ്യാബാലൻ എന്നുള്ള ആക്ടറിനെ ഓർത്തിരിക്കുക. എന്താണ് സംഭവം? ഇന്ത്യൻ ആർമി അവിടുത്തെ ഒരു ഗുൽമാർഗിലെ മിലിറ്ററി ഫയറിംഗ് റേഞ്ചിന് കൊടുത്ത പേരാണ് വിദ്യാബാലൻ എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which state government has launched Mukhyamantri COVID-19 Parivar Arthik Sahayata Yojana, a social sector scheme for COVID-19 affected families? അപ്പൊ COVID-19 affected familiesന് വേണ്ടി മുഖ്യമന്ത്രി COVID-19 പരിവാർ ആർത്തിക് സഹായത യോജന ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആണെന്നാണ് ചോദ്യം. ഡൽഹിയാണ്, ഡൽഹി NCR. എന്താണ് മുഖ്യമന്ത്രി COVID-19 പരിവാർ ആർത്തിക് സഹായത യോജന? പരിവാർ ആർത്തിക് സഹായത യോജന കൊണ്ടുവന്നത് ഡൽഹി ഗവൺമെന്റ് ആണ്. ഇത് എന്തിനാണ്? ഇറ്റ്സ് എ സോഷ്യൽ സെക്ടർ സ്കീം ഫോർ COVID-19 അഫക്റ്റഡ് ഫാമിലീസ്. അപ്പൊ ഡൽഹി ഗവൺമെന്റ് ആണ് മുഖ്യമന്ത്രി പരിവാർ ആർത്തിക് സഹായത യോജന കൊണ്ടുവന്നത്. ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ ഇന്ത്യൻ എക്കണോമിസ്റ്റ് ഹു ഹാസ് ബീൻ കൺഫേർഡ് വിത്ത് ദ Humboldt Research Award for 2021 by Hans Bernd Schaeffer of Bucerius Law School, Hamburg, Germany. ഇങ്ങനെയാണോ വായിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നെയിം ദ ഇന്ത്യൻ എക്കണോമിസ്റ്റ്, ഒരു ഇന്ത്യൻ എക്കണോമിസ്റ്റിന്റെ അവാർഡ് കിട്ടി. ഇൻ ദ കോൺഫേർഡ് വിത്ത് ദ Humboldt Research Award for 2021 by ഡോക്ടർ ഹാൻസ് ബേൺ ഷാഫർ ഓഫ് ബസേരിയസ് ലോ സ്കൂൾ ഹാംബർഗ്. ജർമ്മനിയിലെ ഹാംബർഗിലെ ബസേരിയസ് ലോ സ്കൂളിലെ ഡോക്ടർ ഹാൻസ്ബർഗ് ഷെഫർ ഈ ഒരു ഹംബോൾട്ട് റിസർച്ച് അവാർഡ് കൊടുത്ത ഇന്ത്യൻ എക്കണോമിസ്റ്റിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. കൗശിക് ബാസു ആണ് ഇന്ത്യൻ എക്കണോമിസ്റ്റ്. അപ്പൊ സംഭവം ഇച്ചിരി കടുകട്ടി പേരൊക്കെയാണ്, സംഭവമൊന്നുമില്ല. ജർമ്മനിയിലുള്ള ഒരു ലോ സ്കൂളിലെ ഒരു പ്രൊഫസർ ഹംബോൾട്ട് റിസർച്ച് അവാർഡ് കൗശിക് ബസുവിനാണ്. അപ്പൊ ഹംബോൾട്ട് റിസർച്ച് അവാർഡ് കൗശിക് ബസുവിനാണ്. ഇങ്ങനെ പഠിച്ചാൽ മതി, സംഭവം കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാലും മതി. സോ എന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Jovenel Moise is the president of which country has assassinated is an attack on his resident? Was assassinated in an attack on his residence. അപ്പൊ ജോവനേൽ മോയ്സ് എന്ന് പറയുന്നത് അദ്ദേഹം അസാസിനേറ്റ് ചെയ്യപ്പെട്ടു ഒരു അറ്റാക്കിലൂടെ. ഏത് കൺട്രിയുടെ പ്രസിഡന്റ് ആണ് എന്നാണ് ചോദ്യം. ഹൈറ്റിയുടെ പ്രസിഡന്റ് ആണ് ജോവനേൽ മോയ്സ്. അദ്ദേഹത്തിന്റെ ഒരു അസാസിനേഷൻ ന്യൂസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹൈറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള, ഹൈറ്റിയിൽ എപ്പോഴും അസാസിനേഷൻ ആണ്, അങ്ങനെ വല്ലതും പഠിച്ചാൽ മതി. അപ്പൊ ഹൈറ്റിയിൽ അസാസിനേറ്റ് ചെയ്യപ്പെട്ട ജോവനേൽ മോയ്സ് എന്ന് പറയുന്ന
പ്രസിഡന്റിനെ പറ്റിയിട്ടുള്ള ഒരു ഒബിച്വറി ന്യൂസ് ആണ് അവിടെ വന്നത്. ഇപ്പൊ ജോവനേൽ മോയ്സ് എന്നുള്ള പ്രസിഡന്റ് എന്തിന്റെയാണ്? ഹൈറ്റിയുടെ പ്രസിഡന്റ് ആണ് ജോവനേൽ മോയ്സ്. അദ്ദേഹത്തിന്റെ ഒരു അസാസിനേഷൻ ന്യൂസ് ആണ് ഇതിനകത്തിൽ വന്നിട്ടുള്ളത്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. ഹൈറ്റിയുടെ ക്യാപിറ്റലും കറൻസിയും പറയുന്നുണ്ട് ഇവിടെ. പോർട്ട് ഔ പ്രിൻസ് ആണ് ഹൈറ്റിയുടെ ക്യാപിറ്റൽ. പോർട്ട് ഔ പ്രിൻസ് ആണ്. ഹൈറ്റിയുടെ കറൻസി ഹൈറ്റിയൻ ഗോർഡെ ആണ്. ഇതൊക്കെ ഓർത്തിരിക്കുക, പുതിയ സംഭവങ്ങളാണ് കേട്ടോ. അപ്പൊ ഹൈറ്റിയുടെ ക്യാപിറ്റൽ പോർട്ട് ഔ പ്രിൻസ് ആണ്. ഹൈറ്റിയുടെ കറൻസി ഹൈറ്റിയൻ ഗോർഡെ ആണ്. ഹൈറ്റിയുടെ കോണ്ടിനെന്റ് നോർത്ത് അമേരിക്കൻ കൺട്രിയാണ് ഹൈറ്റി എന്നാണ് പറഞ്ഞത്. അപ്പം ഹൈറ്റിയുടെ കറൻസി ഹൈറ്റിയൻ ഗോർഡെ ആണ്. ഗോർഡെ, ഹൈറ്റിയൻ ഗോർഡെ. ഹൈറ്റിയുടെ ക്യാപിറ്റൽ പോർട്ട് ഔ പ്രിൻസ്. ഓക്കെ, so let's go to next question. The Rampal Maitri power project is being built by India in which country? അപ്പൊ റാംപാൽ മൈത്രി പവർ പ്രോജക്റ്റ് ഇന്ത്യ ഏത് കൺട്രിയിലാണ് ബിൽഡ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ബംഗ്ലാദേശിലാണ്. റാംപാൽ മൈത്രി പവർ പ്രോജക്റ്റ് ഇന്ത്യ ബംഗ്ലാദേശിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോയാൽ, the first unit of Maitri power project at Rampal in Bangladesh will be commissioned in December 2020. That's news. The event will be coinciding with the Golden Jubilee celebration of the liberation of Bangladesh. Okay, the second unit is expected to be commissioned matching with the implementation of the associated transmission system. The 1320 megawatt thermal power plant is being built by India at Rampal in Bangladesh. India, Bell and BIFPCL are building this project. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് 1320 മെഗാവാട്ട് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. റാംപാലിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു റാംപാൽ എന്നുള്ള പേര് ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇത് ബംഗ്ലാദേശിലാണ്, ഇന്ത്യയാണ് കൺസ്ട്രക്ട് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which institution has organized the first edition of the Indo-Pacific Business Summit in partnership with the External Affairs Ministry? അപ്പൊ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്? വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഓർഗനൈസ് ഫസ്റ്റ് എഡിഷൻ ഓഫ് ഇൻഡോ പസഫിക് ബിസിനസ് സമ്മിറ്റ്? അപ്പൊ ഇൻഡോ പസഫിക് ബിസിനസ് സമ്മിറ്റിന്റെ ഫസ്റ്റ് എഡിഷൻ ഓർഗനൈസ് ചെയ്തത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്? ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ദ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി, CII ആണ്. അപ്പൊ എന്താണ്? ഇൻഡോ പസഫിക് ബിസിനസ് സമ്മിറ്റ് ആണ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി. അത് ഓർഗനൈസ് ചെയ്തത് ആരാണ്? CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. So let's go to next question. Under whose chairmanship the government has set up a 25-member development council for cement industry? അപ്പൊ ആരുടെ ചെയർമാൻഷിപ്പിലാണ് ഗവൺമെന്റ് ഒരു 25 അംഗ പാനൽ സെറ്റ് ചെയ്തത്? സിമെന്റ് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണത്. സിമെന്റ് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു 25 അംഗ മെമ്പർ പാനൽ ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തു. അത് ആരുടെ ചെയർമാൻഷിപ്പിലാണ് എന്നാണ് ചോദ്യം. പുനീത് ദാൽമിയ. അപ്പൊ സിമെന്റ് ഇൻഡസ്ട്രിയെ പറ്റി പഠിക്കാൻ ദാൽമിയ വരുന്നു, സിമെന്റിനെ പറ്റി പഠിക്കാൻ ദാൽ വരുന്നു എന്നൊക്കെ വേണമെങ്കിൽ എഫ്ആർ കണ്ട് പഠിക്കാം. അപ്പോ ദാൽമിയ, പുനീത് ദാൽമിയ. ഇപ്പൊ സിമെന്റ് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റ് കൗൺസിൽ 25 അംഗ ഡെവലപ്മെന്റ് കൗൺസിൽ ആരുടെ ചെയർമാൻഷിപ്പിലാണ്? പുനീത് ദാൽമിയയുടെ ചെയർമാൻഷിപ്പിലാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Department of Public Enterprise, DPE, has been brought under the administrative control of which ministry to facilitate government's ambitious disinvestment program? അപ്പോൾ DPE എന്താണ്? Department of Public Enterprise has been brought under the administrative control of which ministry? ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് എന്നാണ് കൊണ്ടുവന്നത് എന്നാണ് ചോദ്യം. മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ അണ്ടറിലാണ് പബ്ലിക് എന്റർപ്രൈസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് മുന്നേ എവിടെയായിരുന്നു? മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് പബ്ലിക് എന്റർപ്രൈസസ് എന്നായിരുന്നു മിനിസ്ട്രിയുടെ പേര്. അപ്പൊ ഇപ്പോഴത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് എന്റർപ്രൈസ് ആക്കി. അതൊരു മിനിസ്ട്രി, ഇൻഡിപെൻഡന്റ് മിനിസ്ട്രി അല്ല, ഇപ്പോൾ പബ്ലിക് എന്റർപ്രൈസസ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കി. അത് ഫൈനാൻസ് മിനിസ്ട്രിയുടെ അണ്ടറിലേക്ക് കൊണ്ടുവന്നത്. ഹെവി ഇൻഡസ്ട്രീസിന്റെ അണ്ടറിലല്ല, ഫൈനാൻസ് മിനിസ്ട്രിയുടെ അണ്ടറിലേക്കാണ് ഈ ഒരു പബ്ലിക് എന്റർപ്രൈസസ് മിനിസ്ട്രി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിൻടെക് കമ്പനി ഡ്രിപ്പ് ക്യാപിറ്റൽ ഹാസ് കൊളാബറേറ്റഡ് വിത്ത് വിച്ച് ബാങ്ക്? അപ്പോൾ ഫിൻടെക് കമ്പനി ആയിട്ടുള്ള ഡ്രിപ്പ് ക്യാപിറ്റൽ ഏത് ബാങ്കുമായിട്ടാണ് കൊളാബറേറ്റ് ചെയ്തത്? എന്തിന്? ടു ഓഫർ കസ്റ്റമൈസ്ഡ് ട്രേഡ് ഫൈനാൻസിംഗ് സൊല്യൂഷൻ ടു എംപവർ MSME എക്സ്പോർട്ടേഴ്സ് ഇൻ ഇന്ത്യ.
എന്താണ്? ഓഫർ കസ്റ്റമൈസ്ഡ് ട്രേഡ് ഫൈനാൻസിങ് സൊല്യൂഷൻ. അതിനു വേണ്ടിയിട്ടാണ്. എന്തിന്? ടു എംപവർ. എന്തിനെ എംപവർ ചെയ്യാൻ? MSME എക്സ്പോർട്ടേഴ്സിനെ, ഇന്ത്യയിലുള്ള MSME എക്സ്പോർട്ടേഴ്സിനെ എംപവർ ചെയ്യാൻ ഒരു കസ്റ്റമൈസ്ഡ് ട്രേഡ് ഫൈനാൻസിങ് സൊല്യൂഷൻ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രിപ്പ് ക്യാപിറ്റൽ എന്നുള്ള ഫിൻടെക് കമ്പനി, ഡ്രിപ്പ് ക്യാപിറ്റൽ എന്നുള്ള ഒരു ഫിൻടെക് കമ്പനി ഏത് ബാങ്കുമായിട്ടാണ് കൊളാബറേറ്റ് ചെയ്തതെന്നാണ് ചോദ്യം. SBM ആയിട്ടാണ് കൊളാബറേറ്റ് ചെയ്തത്. SBM ബാങ്ക് ഇന്ത്യയുമായിട്ടാണ് ഡ്രിപ്പ് ക്യാപിറ്റൽ കൊളാബറേറ്റ് ചെയ്തത്. MSME എക്സ്പോർട്ടേഴ്സിനെ ഈ ഒരു കസ്റ്റമൈസ്ഡ് ട്രേഡ് ഫൈനാൻസിങ് സൊല്യൂഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് SBM ബാങ്ക് ഇന്ത്യ ഡ്രിപ്പ് ക്യാപിറ്റലുമായിട്ടാണ് കൊളാബറേഷനിൽ വന്നിട്ടുള്ളത്. സോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ വാട്ട് പർപ്പസ് ആൻ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം സ്പാർഷ് ഹാസ് ബീൻ ഇംപ്ലിമെന്റഡ് ബൈ ഡിഫൻസ് മിനിസ്ട്രി. അപ്പൊ സ്പാർഷ് എന്നുള്ള ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഇത് ഡിഫൻസ് മിനിസ്ട്രി എന്തിനു വേണ്ടിയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തതെന്നാണ് ചോദ്യം. അപ്പൊ സ്പാർഷ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഓർത്തിരിക്കുക, പെൻഷൻ ഡിസ്ബേഴ്സ്മെന്റിന് വേണ്ടിയിട്ടാണ്. സ്പാർഷ്, SPARSH, സ്പാർഷ് എന്നുള്ളത് പെൻഷൻ ഡിസ്ബേഴ്സ്മെന്റ്. ഡിഫൻസ് മിനിസ്റ്റർ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്പാർഷ് പെൻഷൻ ഡിസ്ബേഴ്സ്മെന്റിന് വേണ്ടിയിട്ടാണ് സ്പാർഷ് എന്നുള്ള ഈ ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആര് ഇംപ്ലിമെന്റ് ചെയ്തത്? ഡിഫൻസ് മിനിസ്ട്രി ഇംപ്ലിമെന്റ് ചെയ്തത്. അതിന്റെ ഡീറ്റെയിലോട്ട് പോവാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ദ ഗവൺമെന്റ് ഹാസ് ബ്രോട്ട് the Department of Public Enterprise under the Finance Ministry. ഇത് വേറൊരു ന്യൂസിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. നമുക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷൻ പിന്നീട് ഡിസ്കസ് ചെയ്യാം. നേരത്തെ വന്ന ഒരു എന്താ പറയുന്നത്, ആ ഒരു പബ്ലിക് എന്റർപ്രൈസ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെയും ഇതിൽ കോപ്പീഡ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം, വരുന്ന ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Indian Railway has set up India's first movable freshwater tunnel aquatic kingdom in which city? അപ്പൊ ഇന്ത്യൻ റെയിൽവേ ഒരു മൂവബിൾ ഫ്രഷ് വാട്ടർ ടണൽ അക്വാറ്റിക് കിങ്ഡം സെറ്റപ്പ് ചെയ്തു. അതെവിടെയാണ് എന്നാണ് ചോദ്യം. ബാംഗ്ലൂരിലാണ് ഈ ഒരു മൂവബിൾ ഫ്രഷ് വാട്ടർ ടണൽ അല്ലെങ്കിൽ അക്വാറ്റിക് കിങ്ഡം എവിടെയാണ്? ബംഗളൂരുവിലാണ്. ഓക്കെ, ഇന്ത്യൻ റെയിൽവേ ആണ് ഇത് സെറ്റപ്പ് ചെയ്തത്. അക്വാറ്റിക് കിങ്ഡം എവിടെയാണ്? ബംഗളൂരുവിലാണ്. അക്വാറ്റിക് കിങ്ഡം എവിടെയാണ്? ബംഗളൂരുവിലാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Aldra Financial Inc. is offering a unique US bank account for students from which country preparing to enter the US to study in US. അപ്പൊ ആൾഡ്ര ഫൈനാൻഷ്യൽ ഇൻക് എന്ത് ഓഫർ ചെയ്യുന്നു? ഒരു യുണീക്ക് US ബാങ്ക് അക്കൗണ്ട് സ്റ്റുഡൻസിന്. എന്തിനു വേണ്ടിയിട്ട്? ഏതോ ഒരു രാജ്യത്തെ സ്റ്റുഡൻസിന് US എൻ്റർ ചെയ്യാനും പഠിക്കാനും വേണ്ടിയിട്ട് ഒരു US ബാങ്ക് അക്കൗണ്ട് ഓഫർ ചെയ്യുന്ന ആരാണ്? ആൾഡ്ര ഫൈനാൻഷ്യൽ ഇൻക് ആണ്. അപ്പൊ ഏത് രാജ്യത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലെ സ്റ്റുഡൻസിനാണ്. ഇന്ത്യയിലെ സ്റ്റുഡൻസിന് US എൻ്റർ ചെയ്യാനും അവിടെ ഒരു പഠന സാധ്യതയ്ക്കും വേണ്ടിയിട്ട് ഒരു US ബാങ്ക് അക്കൗണ്ട് ആൾഡ്ര ഫൈനാൻഷ്യൽ ഇൻക് ഓഫർ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസിനാണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി വിന്നർ ഓഫ് 2021 സ്ക്രിപ്സ് നാഷണൽ സ്പെൽ ബി കോൺടെസ്റ്റ്? അപ്പൊ സ്ക്രിപ്സ് നാഷണൽ സ്പെൽ ബി കോൺടെസ്റ്റ് 2021 വിന്നറിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. സൈല അവന്ത് ഗാർഡെ എന്നാണ് പേര്. സൈല അവന്ത് ഗാർഡെ. അപ്പൊ സ്ക്രിപ്സ് നാഷണൽ സ്പെൽ ബി കോൺടെസ്റ്റിന്റെ 2021 വിന്നർ ആരാണ്? സൈല അവന്ത് ഗാർഡെ ആണ്. സൈല അവന്ത് ഗാർഡെ. ഓക്കെ, ആഫ്രിക്കൻ അമേരിക്കൻ ആണ് സൈല അവന്ത് ഗാർഡെ. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Ministry of Defense has signed rupees 499 crore contract with which entity for the manufacture and supply of Akash missile to the Indian Air Force? അപ്പൊ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് മിനിസ്ട്രി ഒരു 499 കോടി കോൺട്രാക്ട് ഏത് എന്റിറ്റിയുമായിട്ടാണ് സൈൻ ചെയ്തത്? എന്തിനാ? ടു മാനുഫാക്ചർ ആൻഡ് സപ്ലൈ ഓഫ് ആകാശ് മിസൈൽ ടു ഇന്ത്യൻ എയർഫോഴ്സ്. ആകാശ് മിസൈലിന്റെ മാനുഫാക്ചറിങ്ങിനും സപ്ലൈക്കും വേണ്ടിയിട്ട് 499 കോടി ഇങ്ക് ചെയ്തത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആരുമായിട്ടാണ്? ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായിട്ടാണ്. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായിട്ടാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് 499 കോടി ആകാശ് മിസൈലിന്റെ മാനുഫാക്ചറിങ്ങിനും സപ്ലൈക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു സൈൻ ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which bank has launched
the Ghar Ghar Ration Program, an employee-led initiative for its low-income customers affected by COVID-19. IDFC First Bank ആണ്. അപ്പൊ IDFC First Bank ആണ് എന്ത് ലോഞ്ച് ചെയ്തത്? ഘർ ഘർ റേഷൻ പ്രോഗ്രാം. ഇതൊരു എംപ്ലോയി ലെഡ് ഇനിഷ്യേറ്റീവ് ആണ് ലോ ഇൻകം കസ്റ്റമേഴ്സിന്, COVID-19 മൂലം അഫക്റ്റഡ് ആയിട്ടുള്ള ലോ ഇൻകം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എംപ്ലോയി ലെഡ് ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം ആണ് ഈ ഘർ ഘർ റേഷൻ എന്നുള്ളത്. അപ്പൊ ഈ ഘർ ഘർ റേഷൻ, വീട്ടിൽ വീട്ടിൽ റേഷൻ എന്നുള്ളതൊക്കെ ഇങ്ങനെ ചേർത്ത് പഠിക്കുക. അപ്പൊ IDFC ഫസ്റ്റ് ബാങ്ക് ആണ് ഈ ഒരു റേഷൻ കൊടുക്കുന്നത്. സാധാരണ റേഷൻ കൊടുക്കുന്നത് ആരാണ്? റേഷൻ കടകളാണ്. ഇപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കും റേഷൻ കൊടുക്കാൻ തുടങ്ങി എന്നൊക്കെ രസകരമായിട്ട് വേണമെങ്കിൽ ഓർത്തിരിക്കാവുന്നതാണ്. സോ അതാണ് ന്യൂസ്. ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ദ ലൈറ്റ് ഓഫ് ഏഷ്യ, ദ പോയം ദാറ്റ് ഡിഫൈൻഡ് ദ ബുദ്ധ? അപ്പൊ ലൈറ്റ് ഓഫ് ഏഷ്യ, ദ പോയം ദാറ്റ് ഡിഫൈൻഡ് ദ ബുദ്ധ എന്നുള്ള ഈ ഒരു ബുക്കിന്റെ ഓഥർ ആരാണ്? ജയറാം രമേശ് ആണ്. അപ്പൊ ജയറാം ബുദ്ധനെ പറ്റിയിട്ടുള്ള ഒരു ബുക്ക് എഴുതി എന്ന് വേണമെങ്കിൽ പഠിക്കാം. ജയറാം ബുദ്ധനെ പറ്റിയിട്ടുള്ള ഒരു ബുക്ക്, അല്ലെ ബുദ്ധനെ പറ്റിയുള്ള ബുക്ക് എഴുതിയത് ആരാണ്? ജയറാം ആണ്. ജയറാം രമേശ് എന്നാണ് മുഴുവൻ നെയിം. അപ്പൊ ബുക്കിന്റെ പേര് ലൈറ്റ് ഓഫ് ഏഷ്യ, ദ പോയം ദാറ്റ് ഡിഫൈൻഡ് ദ ബുദ്ധ എന്നാണ്. ലൈറ്റ് ഓഫ് ഏഷ്യ, ദ പോയം ദാറ്റ് ഡിഫൈൻഡ് ദ ബുദ്ധ എന്നാണ് ബുക്കിന്റെ പേര്. അതിന്റെ ഓഥറാണ് ആര്? ജയറാം രമേശ്. സോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ബാങ്ക് ഹാസ് സൈൻഡ് a memorandum of understanding with the Indian Army to offer a defense service salary package to the Indian Army under Power Salute Initiative? Power Salute Initiative underil ഏത് ബാങ്ക് ആണ് ഇന്ത്യൻ ആർമിയുമായിട്ടൊരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തത്? ടു ഓഫർ എ ഡിഫൻസ് സർവീസ് സാലറി പാക്കേജ്. ഡിഫൻസ് സർവീസ് സാലറി പാക്കേജ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിസ് ബാങ്കും ഇന്ത്യൻ ആർമിയുമായിട്ട്, ഓക്കെ, ആക്സിസ് ബാങ്കും ഇന്ത്യൻ ആർമിയുമായിട്ടാണ് ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ളത് അണ്ടർ പവർ സല്യൂട്ട് ഇനിഷ്യേറ്റീവ്. അപ്പൊ ഇതെന്താണ്? ടു ഓഫർ എ ഡിഫൻസ് സർവീസ് സാലറി പാക്കേജിന് വേണ്ടിയിട്ടാണ് ആക്സിസ് ബാങ്ക് ഇന്ത്യൻ ആർമിയുമായിട്ട് ടൈപ്പിൽ വന്നിട്ടുള്ളത്. ആക്സിസ് ബാങ്ക് ആണ് അപ്പൊ ഇന്ത്യൻ ആർമിയുമായിട്ട് ടൈപ്പിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് ഓർത്തു വെക്കുക. സോ സൊല്യൂഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which bank has entered into a banca assurance partnership with Max Bupa Health Insurance? Which bank has entered into a banca assurance partnership with Max Bupa Health Insurance to provide comprehensive health insurance solution to its customers and employees? അപ്പോൾ മാക്സ് ബൂബ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ഒരു ബാങ്ക് അഷ്വറൻസ് ഡീൽ ചെയ്തത് ആരാണ്? ആക്സിസ് ബാങ്ക് ആണ്. ഓക്കെ, അപ്പൊ മാക്സ് ബൂപ്പായും ആക്സിസ് ബാങ്കും, തൊട്ട് മുന്നേ നമ്മൾ ആക്സിസ് ബാങ്ക് ഇന്ത്യൻ ആർമിയുമായിട്ട് ടൈപ്പ് ആയ കാര്യം പറഞ്ഞു. ഇവിടെ ആക്സിസ് ബാങ്ക് മാക്സ് ബൂബായുമായിട്ട് ബാങ്ക് അഷ്വറൻസ് പാർട്ട്ണർഷിപ്പും നടന്നിട്ടുണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നു, വായിച്ചു നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്? അപ്പൊ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ്? കിരൺ റിജ്ജു ആണ്. അപ്പൊ കിരൺ റിജ്ജു ആണ് ആര്? മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ലോ ആൻഡ് ജസ്റ്റിസ് മിനിസ്റ്റർ ഈസ് കിരൺ റിജ്ജു. ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാം. Which state government is planning to introduce the Model Tenancy Act in the state aimed at ending tenant owner disputes within 2 months and aiding the rental housing sector? അപ്പൊ റെന്റൽ ഹൗസിംഗ് സെക്ടറിലെ ഡിസ്പ്യൂട്ട്സ് തീർക്കാൻ വേണ്ടിയിട്ട്, ടെനന്റ് ഓണർ ഡിസ്പ്യൂട്ട്സ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ ടെനൻസി ആക്ട് ആ സ്റ്റേറ്റിൽ കൊണ്ടുവന്നു. ഏത് സ്റ്റേറ്റ് ആണ് കൊണ്ടുവന്നതെന്നാണ് ചോദ്യം. കർണാടകയാണ് കൊണ്ടുവന്നത്. അപ്പൊ കർണാടകത്തിൽ ഈ റെന്റൽ ഹൗസിംഗ് സെക്ടർ ഭയങ്കര മോശമാണെന്നൊക്കെ വേണമെങ്കിൽ പഠിക്കാം. അവിടെ റെന്റൽ ഹൗസിൽ ഈ ടെനന്റും ഓണറും തമ്മിൽ സകല സമയവും ഡിസ്പ്യൂട്ട് അടക്കുവാണ്. കൈവശം വെക്കുക, പിന്നെ അത് കൊണ്ടുപോവുക, കൊടുക്കാണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളാണ്. അപ്പൊ അത് കർണാടകയാണ് ഇങ്ങനെ ഒരു മോഡൽ ടെനൻസി ആക്ട് ആ ഒരു സ്റ്റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഈ ഒരു ഡിസ്പ്യൂട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇന്ത്യൻ സിറ്റി the Union Ministry of Science and Technology has set up a concentrated solar thermal based test rig facility? അപ്പൊ ഇൻ വിച്ച് ഇന്ത്യൻ സിറ്റി, ഏത് ഇന്ത്യൻ സിറ്റിയിലാണ് യൂണിയൻ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഒരു കോൺസെൻട്രേറ്റഡ് സോളാർ തെർമൽ ബേസ്ഡ് ടെസ്റ്റ് റിഗ് ഫെസിലിറ്റി കൊണ്ടുവന്നത്? ഏത് ഇന്ത്യൻ സിറ്റിയിലാണ്? ഹൈദരാബാദിലാണ്. അപ്പൊ ടെസ്റ്റ് റിഗ് ഫെസിലിറ്റി എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇത് കൊണ്ടുവന്ന യൂണിയൻ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. അപ്പൊ ഈ ഒരു ടെസ്റ്റ് റിഗ് ഫെസിലിറ്റി ഹൈദരാബാദിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീസെന്റ്ലി
A passenger train Rajdhani Express from Assam's Silchar railway station has reached the Wangai Chunpavo railway station. Wangai Chunpavo railway station in which state for a trial run, putting the state on the Indian Railways map. അപ്പോൾ ആസാമിലെ സിൽച്ചാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വാങ്കായ് ചുൻപോ റെയിൽവേ സ്റ്റേഷൻ വരെ ഓടിയ രാജധാനി എക്സ്പ്രസ് ഒരു ട്രയൽ റൺ ആയിരുന്നു, പുട്ടിംഗ് ദ സ്റ്റേറ്റ് ഓൺ ഇന്ത്യൻ റെയിൽവേസ് മാപ്പ്. അപ്പൊ ഏത് സ്റ്റേറ്റിന്റെ ഇന്ത്യൻ റെയിൽവേ മാപ്പിലാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത്, അതിലെ ഏത് സ്റ്റേറ്റിലാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് റൺ നടന്നിട്ടുള്ളത്? എവിടെയാണ്? മണിപ്പൂറാണ്. അപ്പൊ ആസാമിലെ സിൽച്ചാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മണിപ്പൂരിലെ വായിങ്കായ് ചായ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഒരു ട്രയൽ റൺ ആയിരുന്നു നടന്നത്. രാജധാനി എക്സ്പ്രസിന്റെ ട്രയൽ റൺ ആണ് നടന്നത്. അപ്പൊ മണിപ്പൂറും ഇപ്പൊ എന്താണ്, ഒരു ഇന്ത്യൻ റെയിൽവേയുടെ ഉള്ള സ്റ്റേറ്റിന്റെ മാപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നു. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സർവീസസ് ഓഫ് മനു സാവ്നി ആസ് ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ has been discontinued with immediate effect. Manu Savni was the CEO of ICC. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ICCയുടെ CEO ആയിരുന്നു മനു സാവ്നി. അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മനു സാവ്നിയെ ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാം. ഡീറ്റെയിൽസിൽ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ട്. ICCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ദുബായ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. ഫൗണ്ട് ചെയ്ത 1909 ജൂൺ 15 ഡെപ്യൂട്ടി ചെയർമാൻ ഇമ്രാൻ ഖ്വാജയാണ്, ചെയർമാൻ ഗ്രിഗ് ബാർക്ലേ ആണ്. അപ്പൊ അതിന്റെ CEO ആയിട്ടുള്ള മനു സാവ്നിയുടെ ഡിസ്കണ്ടിന്യൂവേഷൻ ന്യൂസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു ഡെവലപ്പ് 46 കെമ്പഗൌഡ ഹെറിറ്റേജ് സ്റ്റേറ്റ് ഇൻ എ ബിഡ് ടു പ്രൊമോട്ട് ടൂറിസം? ടൂറിസത്തിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് 46 കെമ്പഗൌഡ ഹെറിറ്റേജ് സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? കർണാടക ഗവൺമെന്റ് ആണ്. കർണാടക ഗവൺമെന്റിൽ നേരത്തെ ഒരു ടെനന്റ് ഓണർ ഡിസ്പ്യൂട്ട് റിയൽ എസ്റ്റേറ്റ് ഏരിയയിലെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കർണാടക, സെയിം കർണാടകയാണ് 46 കെമ്പഗൌഡ ഹെറിറ്റേജ് സ്റ്റേറ്റ് ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് 46 കെമ്പഗൌഡ ഹെറിറ്റേജ് സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നു. കർണാടകയുടെ ക്യാപിറ്റൽ ബംഗളൂരു ആണ്. കർണാടക ചീഫ് മിനിസ്റ്റർ BS യെദ്യൂരപ്പയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the latest rankings of top countries in the world, excluding India, where all India radio live streams on News on Air app are most popular, which country has topped the index? Appo endana all India radio live streams on News on Air app adu most popular aayittulla rajyam excluding India ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് റാങ്കിങ് ആണത്. അപ്പൊ അതിൽ ആ ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഇപ്പൊ ഇന്ത്യ കഴിഞ്ഞാൽ ന്യൂസ് ഓൺ എയർ ആപ്പിലെ ഓൾ ഇന്ത്യ റേഡിയോ ലൈവ് സ്ട്രീംസിന്റെ പോപ്പുലാരിറ്റി ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? USA-യിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ന്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Bajaj Alliance General Insurance and which bank have entered into a corporate agency agreement for the distribution of its insurance product to bankers? അപ്പൊ ബജാജ് അലയൻസും ബാങ്ക് ഓഫ് ബറോഡയും, ഇപ്പൊ ബജാജും ബാങ്ക് ഓഫ് ബറോഡയും കൂടിയിട്ടാണ് ടൈപ്പിൽ വന്നത്. ഒരു കോർപ്പറേറ്റ് ഏജൻസി എഗ്രിമെന്റ് ആണ്. അവരുടെ ഇൻഷുറൻസ് പ്രോഡക്റ്റ് ആ ബാങ്കിന്റെ ബ്രാഞ്ചിൽ കൂടെ വിൽക്കാനാണ്. അപ്പൊ ഇനി ബജാജിന്റെ പ്രോഡക്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൂടി അവൈലബിൾ ആയിരിക്കും. ബജാജിന്റെ പ്രോഡക്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൂടി അവൈലബിൾ ആയിരിക്കും. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which company has announced a set of publishing and subscription tools named Bulletin, aimed to promote independent writers in the US? അപ്പൊ ഇൻഡിപെൻഡന്റ് റൈറ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ, US-ലെ ഇൻഡിപെൻഡന്റ് റൈറ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ ബുള്ളറ്റിൻ എന്നുള്ള ഒരു പബ്ലിഷിംഗ് സബ്സ്ക്രിപ്ഷൻ ടൂൾ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദ്യം. ഫേസ്ബുക്ക് ആണ് ഈ ഒരു ബുള്ളറ്റിൻ ടൂൾ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഇൻഡിപെൻഡന്റ് റൈറ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who will be the India's flag bearers of the opening ceremony of Tokyo Olympics along with MC Mary Kom? മാൻപ്രീത് സിംഗ് ആണ്. അപ്പൊ മാൻപ്രീത് സിംഗും മേരി കോമും കൂടിയിട്ടാണ് ടോക്കിയോ ഒളിമ്പിക്സിലെ ഫ്ലാഗ് ബെയറർ ആയിട്ട് നെയിം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ്? മാൻപ്രീത് സിംഗും മേരി കോമുമാണ് ഇന്ത്യയുടെ ഫ്ലാഗ് ബെയറേഴ്സ് അറ്റ് ടോക്കിയോ ഒളിമ്പിക്സ്. സോ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Ministry of Tourism has signed an MOU with which travel portal to strengthen country's hospitality and tourism industry? അപ്പോൾ മിനിസ്ട്രി ഓഫ് ടൂറിസം യാത്ര എന്ന് പറയുന്ന
പോർട്ടലുമായിട്ട്, ട്രാവൽ പോർട്ടലുമായിട്ട് ടൈപ്പിൽ വന്നു, അല്ലെങ്കിൽ MOU സൈൻ ചെയ്തു. എന്തിന്? ടൂറിസം ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മിനിസ്ട്രി ഓഫ് ടൂറിസവും യാത്രയുമായിട്ടാണ് ആ ടൈപ്പ് നടന്നത്. ഓർത്തിരിക്കുക, ഡീറ്റെയിൽസ് കൊടുക്കുന്നു. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Nepal Investment Board has signed a pact with Indian firm to develop 679 megawatt lower Arun hydroelectric project in eastern Nepal. Eastern Nepal 679 megawatt lower Arun hydroelectric project develop ചെയ്യാൻ നേപ്പാൾ ഇൻവെസ്റ്റ്മെന്റ് ബോർഡ് ഏത് ഇന്ത്യൻ ഫേമുമായിട്ടാണ് ടൈപ്പിൽ വന്നിരിക്കുന്നത്? SJVN ലിമിറ്റഡുമായിട്ടാണ് ടൈപ്പിൽ വന്നിരിക്കുന്നത്. എന്താണ് SJVN ലിമിറ്റഡ്? സത്ലജ് ജൽ വിദ്യുത് നിഗമാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസിൽ വായിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു ന്യൂസിന്റെ ഡീറ്റെയിൽസ് വായിച്ചു നോക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has become the first Indian to be selected for judging the gymnastic competition in Olympic Games? Olympic Gamesile gymnastic competitionil judge ചെയ്യാനായിട്ട് ആരെയാണ് സെലക്ട് ചെയ്തത്? അത് ഫസ്റ്റ് ഇന്ത്യൻ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. ദീപക് ഖബ്രയാണ്. ദീപക് ഖബ്രയാണ് ഫസ്റ്റ് ഇന്ത്യൻ ടു ബി സെലക്ടഡ് ഫോർ ജഡ്ജിങ് ദ ജിംനാസ്റ്റിക് കോമ്പറ്റീഷൻ. പങ്കെടുക്കാനല്ല, ജഡ്ജ് ചെയ്യാനായിട്ട് വന്ന ഫസ്റ്റ് ഇന്ത്യൻ ആരാണ്? ദീപക് ഖബ്രയാണ്. ഡീറ്റെയിൽസ് വായിച്ചു നോക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. RBI has introduced RBI Retail Direct Facility to facilitate investment in dash by individual investors. അപ്പൊ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അപ്പൊ RBI എന്ത് ചെയ്തു? RBI introduced RBI Retail Direct Facility to facilitate investment in government securities by individual investors. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി. അതാണ് സംഭവം. സോ ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ചു നോക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All-rounder Mohammad Mahmudullah Riyad belongs to which country who has announced his retirement from Test cricket recently? അപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത മുഹമ്മദ് മഹ്മുദുള്ള റിയാദ് ഏത് കൺട്രിയെ ബിലോങ് ചെയ്യുന്നു? ബംഗ്ലാദേശ് പ്ലെയർ ആണ്. അപ്പൊ ബംഗ്ലാദേശ് പ്ലെയർ ആയിട്ടുള്ള മുഹമ്മദ് മഹ്മുദുള്ള ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള റിട്ടയർമെന്റിന്റെ ന്യൂസ് ആണ്. വായിച്ചു നോക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has authored the book title Urdu Poets and Writers Gems of Deccan, which was received by Vice President Venkaya Naidu? അപ്പൊ ഉറുദു പോയിറ്റിനെ പറ്റി എഴുതിയത് ആരാണ്? JS ഇഫ്തേഖാർ ആണ്. JS ഇഫ്തേഖാർ ആണ് ഉറുദു പോയറ്റ്സ് ആൻഡ് റൈറ്റേഴ്സ് ജെംസ് ഓഫ് ഡെക്കാൻ. അപ്പൊ ഒന്നെങ്കിൽ ഉറുദു പോയറ്റ്സ് അല്ലെങ്കിൽ ഡെക്കാൻ, ഇതിൽ ഏതെങ്കിലും വെച്ച് അത് കണക്ട് ചെയ്ത് പഠിക്കുക. JS ഇഫ്തേഖാർ ആണ് ഉറുദു പോയറ്റ്സ് ആൻഡ് റൈറ്റേഴ്സ് എന്നുള്ള ഈ ഒരു ബുക്കിന്റെ ഓഥർ. വായിച്ചു നോക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NTPC signs MOU with which Indian state to set up the country's first green hydrogen mobility product? അപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പ്രൊജക്ടിന് വേണ്ടിയിട്ട് NTPC ലഡാക്കുമായിട്ടാണ് ടൈപ്പിൽ വന്നിരിക്കുന്നത്. NTPC ലഡാക്കുമായിട്ട് ടൈപ്പിൽ വന്നിട്ട് ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which Indian entity has startup named T-Hub partnered to enhance innovation and entrepreneurship in the healthcare sector? അപ്പം with which entity has startup? ഏത് എന്റിറ്റിയുമായിട്ടാണ്? വിത്ത് വിച്ച് എൻറ്റിറ്റി ഹാസ് എ സ്റ്റാർട്ടപ്പ് നെയിംഡ് T-Hub? T-Hub എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് അടൽ ഇന്നൊവേഷൻ മിഷൻ ആണ്. അപ്പോൾ അടൽ ഇന്നൊവേഷൻ മിഷൻ ഹാസ് എ സ്റ്റാർട്ടപ്പ് നെയിം T-Hub പാർട്ട്ണർ ടു എൻഹാൻസ് ഇന്നൊവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഇൻ ദ ഹെൽത്ത് കെയർ സെക്ടർ. അപ്പോൾ അടൽ ഇന്നൊവേഷൻ മിഷനും T-Hubഉം തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പിന്റെ ന്യൂസ് ആണ്. ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ചു നോക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Union Cabinet approved MOU of India and Dash to enhance cooperation on coking coal. അപ്പം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ടൈപ്പാണ്. കോക്കിംഗ് കോളിന് വേണ്ടിയിട്ട് റഷ്യയും ഇന്ത്യയും തമ്മിലാണ് ഒരു MOU സൈൻ ചെയ്തിട്ടുള്ളത്. സോ ഡീറ്റെയിൽസ് വായിച്ചു നോക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Union Cabinet has approved an increase in the rate of dearness allowance and dearness relief from July. What will be the new rate? അപ്പൊ ന്യൂ റേറ്റ് ഓഫ് DA ചേഞ്ച് ചെയ്തു. DAയുടെ പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്തു. അത് എത്രയാണ്? 28% എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡീറ്റെയിൽസ് നോക്കാം. 17% ആയിരുന്ന സാധനം 28% യൂണിയൻ ക്യാബിനറ്റ് ഡെയർനെസ് അലവൻസ് കൂട്ടിയ ന്യൂസ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has been appointed as the leader of the House in Rajya Sabha succeeding Tawarchand Gehlot? Tawarchand Gehlotനെ സക്സീഡ് ചെയ്ത് ലീഡർ ഓഫ് ദ ഹൗസ് ഇൻ രാജ്യസഭ ആയത് ആരാണ്? പീയൂഷ് ഗോയൽ ആണ്. പീയൂഷ് ഗോയൽ ആണ് ലീഡർ ഓഫ് ദ ഹൗസ് ഇൻ രാജ്യസഭ. പീയൂഷ് ഗോയൽ ഈസ് ദ ലീഡർ ഓഫ് ഹൗസ് ഇൻ രാജ്യസഭ. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The state of the art center of excellence for research and analysis of narcotics, drugs and
സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഹാസ് ബീൻ അൺവെയിൽഡ് ഇൻ വിച്ച് സിറ്റി? അപ്പൊ ഒരു സെന്റർ ഇതിനൊക്കെ എതിരെ ഏത് നാർക്കോട്ടിക് ഡ്രഗ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഇതിന്റെയൊക്കെ അനാലിസിസ് ആൻഡ് റിസർച്ച് സെന്റർ എവിടെയാണെന്നാണ് ചോദ്യം. ഗാന്ധിനഗറിലാണ്. ഗാന്ധിനഗറിലാണ് നാർക്കോട്ടിക്സിനെയും ഡ്രഗിനെയും സൈക്കോട്രോപിക് സബ്സ്റ്റൻസിനെയൊക്കെ ഉള്ള ഒരു റിസർച്ച് അനാലിസിസ് സെന്റർ ഓഫ് എക്സലൻസ്, സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സെന്റർ ഓഫ് എക്സലൻസ് എവിടെയാണ്? ഗാന്ധിനഗറിലാണ്. സോ ലെറ്റ്സ് ഗോ ടു 100 ക്വസ്റ്റ്യൻ. ഷേർ ബഹദൂർ ഡ്യൂബ ഹാസ് ബീൻ റീഅപ്പോയിന്റഡ് ആസ് ദ PM ഓഫ് വിച്ച് കൺട്രി? ഏത് കൺട്രിയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് ഷേർ ബഹദൂർ ദ്വീപ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? നേപ്പാളിന്റെ PM ആയിട്ടാണ് ഷേർ ബഹദൂർ ദ്വീപ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ 100 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ഡിസ്കസ് ചെയ്തു. പഠിക്കുക, പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, സ്കോർ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.